ലോകമേ തറവാട് പരമ്പരയുടെ 10ാമത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലബ് ഹൗസ് മീഡിയ റൂമിൻ്റെ ലോകമേ തറവാട് ഈ പരമ്പരയിൽ ഇന്നത്തെ അധ്യായത്തിൽ പങ്കെടുക്കുന്നത് യാത്രിക, എഴുത്തുകാരി, അധ്യാപിക, പ്രക്ഷേപക എന്നിങ്ങനെ വിവിധ വിശേഷണങ്ങൾക്ക് അർഹയായ ശ്രീമതി മൈന ഉമൈബാനാണ്. ഒപ്പം മാധ്യമപ്രവർത്തകൻ, സാമൂഹിക പ്രവർത്തകൻ, പ്രവാസി, സർവോപരി അദ്ദേഹം ഒരു കവി കൂടിയാണ് ശ്രീ അഷ്റഫ് തൂണേരി. രണ്ടുപേരാണ് ഇന്നത്തെ അതിഥികൾ. രണ്ടുപേരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ അഷ്റഫ് തൂണേരി കുറച്ചു മുമ്പ് ഇവിടെ ട്രയലിന് എത്തിയിരുന്നു. അദ്ദേഹം അരമണിക്കൂറിനുള്ള ഈ പരിപാടിയിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിസ്കാര സമയം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എത്തും. അപ്പോൾ ഇന്നത്തെ ഈ വേദിയിൽ സംസാരിക്കുന്നത് ശ്രീമതി മൈനയാണ്. ശ്രീമതി മൈന ഉമൈബാനാണ്. ഇടുക്കി ജില്ലയിലെ ദേവിയാർ കോളനി സ്വദേശിയാണ് ശ്രീമതി മൈന. മലയാളം, സോഷ്യോളജി ഇങ്ങനെ 2 വിഷയങ്ങളിലും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ മാതൃഭൂമിയുടെ സ്വർണ്ണ മെഡലും 1ാം റാങ്കും നേടി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും ചെയ്തിട്ടുണ്ട്. പാരമ്പര്യ വിഷചികിത്സയിൽ വിജ്ഞാനമുള്ള ഒരാൾ കൂടിയാണ്. വിഷചികിത്സാ ഗ്രന്ഥങ്ങളുടെ വൈജ്ഞാനിക സാംസ്കാരിക വിശകലനത്തിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്. ഇപ്പോൾ മമ്പാട് MES കോളേജിൽ മലയാളം വിഭാഗത്തിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരി കൂടിയാണ് ശ്രീമതി മൈന ഉമൈബാൻ. ആത്മദംശനം, പെൺനോട്ടങ്ങൾ, ചുവപ്പ് പട്ടയം തേടി ഈ കൃതി തമിഴിലേക്കും മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. ചുവപ്പ് പട്ടയം തേടി, ഒരുത്തി, ചന്ദനഗ്രാമം, വിഷചികിത്സ, ഹൈറേഞ്ച് തീവണ്ടി, വിഷചികിത്സ പാരമ്പര്യം, മാവ് വളർത്തിയ കുട്ടി, മൈനാകം, ജ്ഞാനപ്പാവ പെണ്ണാകുമ്പോൾ, ആകാശഘട്ടർ, www.ഉലകം നിശ്ചലം, ഇങ്ങനെ വിവിധ പുസ്തകങ്ങൾ, പല രചനകളും വിവിധ സർവകലാശാലകളുടെ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നടന്ന ഐക്യരാഷ്ട്ര സഭയുടെ ലോക പുനർനിർമ്മാണ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട് ശ്രീമതി മൈന ഉമൈബാൻ. വിവിധ ദേശീയ, അന്തർദേശീയ സമ്മേളനങ്ങളിലും പ്രബന്ധം തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. ബാലസാഹിത്യ പുരസ്കാരം, അങ്കണം അവാർഡ്, ലോക മലയാളി യാത്രാ വിവരണ പുരസ്കാരം, സിംഗപ്പൂർ ലോക മലയാളി പുരസ്കാരം, ന്യൂ ഏജ് ഐക്കൺ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്ന ഒരു യാത്രിക കൂടിയായ മൈനയുടെ യാത്രയുടെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. ലിംഗ സമത്വത്തിനായി ലോകമാകെ നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങളുടെ, സഹനത്തിൻ്റെ, സമരത്തിൻ്റെ, പോരാട്ടത്തിൻ്റെയൊക്കെ ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം, അന്താരാഷ്ട്ര വനിതാ ദിനം. ആഘോഷത്തിൻ്റെ അവസരമല്ല, ശക്തിയും ദൗർബല്യങ്ങളും തിരിച്ചറിഞ്ഞ് നേട്ടങ്ങളെ പ്രതീക്ഷകളാക്കി നടത്തുന്ന മുന്നേറ്റങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ, നേടിയെടുക്കലുകളുടെ ഒക്കെ വിജയപ്രാപ്തിയുടെ ഒരു അവസരമാണിത്. ഈ ലോകമേ തറവാടിൻ്റെ ഈ അധ്യായത്തിൽ എഴുത്തുകൊണ്ടും യാത്ര കൊണ്ടും സ്വന്തമായ കാഴ്ചപ്പാടുകൾ കൊണ്ടും സ്വന്തം ലോകത്തെ പുനർവായിച്ച വനിതയാണ് ശ്രീമതി മൈന ഉമൈബാൻ. താൻ കണ്ട ലോകത്തെ തൻ്റെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയും കൂടി ചെയ്യുമ്പോൾ അതൊരു വലിയ പുനർവായനയായിട്ട് മാറുന്നു. ശ്രീമതി മൈന ഉമൈബാനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ലബ് ഹൗസ് മീഡിയ റൂമിലെ ലോകമേ തറവാട് പരമ്പരയുടെ 10ാമത്തെ അധ്യായത്തിലേക്ക് സംസാരിക്കാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീമതി മൈന. എല്ലാവർക്കും നമസ്കാരം. ലോകമേ തറവാട് പരമ്പരയുടെ 10ാമത്തെ അധ്യായത്തിൽ എന്നെ
സംസാരിക്കാനായിട്ട് ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒപ്പം ഇന്ന് വനിതാ ദിനമാണെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് ആ സന്തോഷം ഇരട്ടിക്കുന്നു എന്ന് പറയാം. മറ്റൊരു തരത്തിൽ ഈ ഒരു പരിപാടി ഞാൻ ഇതിന്റെ AI-യുടെ മിക്കവാറും പരിപാടികളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുകയോ ചെയ്തിട്ടുണ്ട്. കുറച്ച് താല്പര്യമുള്ള വിഷയമായിരുന്നത് കൊണ്ട് ഇതും വിഷയം താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ കുറച്ച് തിരക്കുകൾ കൊണ്ട് ഈ എല്ലാ ദിവസവും 7 മണിക്ക് പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഒന്നോ രണ്ടോ പരിപാടി മാത്രമേ ഇടയ്ക്ക് കേട്ടിട്ടുള്ളൂ. എന്തായാലും ഇതില് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം പങ്കുവെക്കുകയാണ്. ഞാനിവിടെ വന്നിരിക്കുമ്പോ ആലോചിച്ച ഒരു കാര്യം, ഒരു യാത്രക്കാരി എന്ന വിശേഷണം എത്രമാത്രം എനിക്ക് യോജിക്കും എന്നുള്ളതാണ്. ഒരു യാത്രിക എന്നൊക്കെ പറയുമ്പോൾ അത്രമാത്രം യാത്ര ചെയ്തിട്ടുള്ള ഒരാളല്ല. യാത്ര ചെയ്യാറുണ്ട്. അത് ശരിക്കു പറഞ്ഞാൽ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിലല്ല. എനിക്ക് ലോകത്തെ പറ്റി കൂടുതൽ അറിയുന്നതിനും മനുഷ്യവംശത്തെ പറ്റി അറിയുന്നതിനും മനുഷ്യന്റെ മൊത്തത്തിലുള്ള ഈ സ്വഭാവത്തെ പറ്റിയും അവരുടെ സാംസ്കാരിക വളർച്ച, സാമൂഹിക അവസ്ഥ ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് ഒരു പരിധിവരെ യാത്രകൾ ചെയ്യുന്നത്. എന്റെ യാത്രകൾ കുട്ടിക്കാലത്തൊന്നും എനിക്ക് കാര്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇടുക്കി ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിരുന്നു ഞാൻ. അക്കാലത്ത് കുട്ടിയായിരിക്കുന്ന സമയത്ത് ബസ്സിൽ കയറിയാൽ തന്നെ അപ്പോൾ തന്നെ ഒന്നുകിൽ ഉറങ്ങണം, ഉറങ്ങിയാലും ഛർദിക്കും, ഉറങ്ങിയില്ലെങ്കിലും ഛർദിക്കും എന്നുള്ളതായിരുന്നു അവസ്ഥ. അപ്പൊ ചെറിയൊരു ദൂരത്തേക്ക് 10-15 കിലോമീറ്റർ ദൂരത്തേക്ക് സഞ്ചരിച്ചാലും വലിയ പ്രശ്നമുള്ള ഒരു വ്യക്തിയായിരുന്നത് കൊണ്ട് എന്നെ വീട്ടുകാർ പൊതുവെ അത്യാവശ്യങ്ങൾക്കല്ലാതെ യാത്രയ്ക്കായിട്ട് കൊണ്ടുപോകാറില്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് അനുവാദം ചോദിച്ച സമയത്ത് വീട്ടുകാര് ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വിടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ സ്കൂളിൽ നിന്നൊരു വിനോദയാത്ര പഠനകാലത്ത് എന്നുള്ള നിലയിൽ ഞാൻ പോകുന്നത് ഡിഗ്രി അവസാന വർഷത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു വിനോദയാത്ര എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പോകുന്നത്. ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് ഒരു അത്ഭുതമായിരിക്കും എന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് ഒരു 10-20 വയസ്സായതിനു ശേഷമാണ് ആദ്യമായിട്ടൊരു വിനോദയാത്രയ്ക്ക് പോകുന്നത് എന്നുള്ളത്. അത് തന്നെ ഹ്രസ്വ ദൂരത്തേക്കായിരുന്നു ആ വിനോദയാത്ര. അത് അടിമാലിയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ഒരു ജീപ്പ് യാത്രയായിരുന്നു. ഞങ്ങളുടെ കുട്ടികൾ ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു ഒറ്റ ദിവസത്തെ ഒരു യാത്രയായിരുന്നു. അല്ലാതെ വിനോദത്തിനല്ലാതെ മറ്റ് പല ആവശ്യങ്ങൾക്കും നമ്മളുടെ പലതരം ആവശ്യങ്ങൾക്കും സ്ഥലം മാറ്റം, അമ്മയുടെ സ്ഥലം മാറ്റം, മറ്റു പല കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഏതാണ്ട് അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒക്കെ ആയിട്ട് അപൂർവമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. ആ സഞ്ചാരവും എനിക്ക് ഒന്നും ഓർത്തെടുക്കാൻ അത്ര ഇഷ്ടമുള്ള സഞ്ചാരമായിരുന്നില്ല. കാരണം ഈ പറയുന്ന എൻ്റെ ബസ്സിൽ കയറുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. മാത്രമല്ല ട്രെയിനിൽ അക്കാലത്ത് സഞ്ചരിച്ചിരുന്ന ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു. രാത്രിയൊക്കെ അധിക സമയവും നിന്നും ഇരുന്നും ഒക്കെ വലിയ ബുദ്ധിമുട്ടി മാത്രമാണ് യാത്ര ചെയ്തിരുന്നത്. അപ്പൊ യാത്ര എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ച് ഒരു 10-21 വയസ്സ് വരെ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ടും ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് ഞാനൊരു ലേഖനം എഴുതുകയുണ്ടായി. കാട്ടിലെ സഞ്ചാരം, യാത്ര, ലേഖനം എന്ന് പറയാൻ പറ്റില്ല, കാട്ടിലെ സഞ്ചാരം എന്ന് പറഞ്ഞുകൊണ്ട്. അത് എഴുതുകയും അതിന് ഒരുപാട് പ്രതികരണങ്ങൾ അന്ന് ഉണ്ടാവുകയും പിന്നീട് ഞാൻ തന്നെ ഒരു വിദ്യാർത്ഥിയായിട്ടിരുന്ന ചില ക്ലാസ്സുകളിൽ ഞാൻ അവിടെ ഉണ്ടെന്ന് അറിയാതെ തന്നെ എൻ്റെ ആ എഴുത്തിനെ പറ്റി അവിടെ പരാമർശിക്കുന്നതൊക്കെ ഞാൻ ചില ക്ലാസ്സുകളിൽ കേൾക്കുകയും മറ്റു പലരും പറഞ്ഞും ഒക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടപ്പോഴാണ് ഞാൻ ആ എഴുതിയതിൻ്റെ മൂല്യം എന്താണെന്ന് എനിക്ക് ശരിക്ക് മനസ്സിലായത്. കാരണം യാത്ര ചെയ്യാൻ തീരെ സാധിക്കാതിരുന്ന ഞാൻ, യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേകമായിട്ട് പറയണം, നമ്മുടെ ഇവിടെ തന്നെയുള്ള തലക്കെട്ട് പ്രവാസത്തിൻ്റെതും എന്നുകൂടി ഉള്ളത് കൊണ്ട്
അധിക പേരും ദൂരെ, വളരെ ദൂരെ, പ്രവാസം എന്നുള്ള വാക്ക് പോലും നമ്മൾ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് വേറെ ഒരു മറ്റൊന്നാണ്. നമ്മൾ പ്രവാസം എന്ന് കാണുന്നത് അധികവും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകളെയാണ് നമ്മൾ പ്രവാസത്തിൽ പെടുത്തുന്നത്, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നവരെ, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നവരെ പോലും, അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കുള്ള യാത്ര പോലും പ്രവാസമായിട്ട് നമ്മൾ കാണാറില്ല. ശരിക്കും അതും പ്രവാസമാണ്, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല, പ്രവാസം ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് പ്രവാസം എന്ന് പറയുന്നത് തീരെയില്ല. കേരളത്തിന് പുറത്തേക്കുള്ള ഒരു താമസം എന്നുള്ള നിലയിൽ തീരെ പോയിട്ടില്ല. മറ്റൊരു യാത്ര എന്ന് പറയുമ്പോൾ അത്തരം യാത്രകൾ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ ഈ ഒരു കാലഘട്ടം വരെ ഇല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി എവിടെയോ യാത്ര യാത്ര ചെയ്തു എന്നുള്ള നിലയിൽ സ്ത്രീ യാത്രകളെയൊക്കെ പരാമർശിക്കുന്ന ചില പ്രബന്ധങ്ങൾ എഴുതിയ സമയത്തൊക്കെ ചില ആളുകൾ എന്നെ വന്ന് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത്. കാരണം എനിക്ക് യാത്ര ചെയ്യാൻ കുട്ടിക്കാലത്ത് സാധിക്കാതിരുന്നതിന്റെ ഒരു പരിഹാരം എന്നോളം ആയിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായ ആഗ്രഹം, എനിക്ക് വലിയ തോതിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ചെറുപ്പത്തിൽ യാത്ര ചെയ്യാനായിട്ട് ഈ പറഞ്ഞ സാഹചര്യങ്ങൾ കൊണ്ടൊന്നും സാധിച്ചില്ല. പകരം ഞാൻ യാത്ര ചെയ്തത് എൻ്റെ വീടിന്റെ ചുറ്റുപാടുകളിലേക്കായിരുന്നു. വീടിനടുത്തുള്ള പുഴ, വീടിനടുത്തുള്ള കാട്, വീടിനടുത്തുള്ള മല, വീടിനടുത്തുള്ള പ്രദേശങ്ങൾ, ഇങ്ങനെ കാൽനടയായിട്ട് എവിടെയെല്ലാം പോകാമോ അവിടെയെല്ലാം പോവുകയും അവിടെയെല്ലാം സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുകയും അതെല്ലാം എൻ്റെ മനസ്സിൽ പതിയുകയും പിൽക്കാലത്ത് ഒരു യാത്രാ വിവരണം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ വിളിക്കുമ്പോൾ എന്നാൽ എഡിറ്റർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയില്ല എന്ന തോന്നലിൽ ഞാൻ എഴുതിയതാണ് ഒരു കാട്ടിലെ സഞ്ചാരം എന്ന് പറയുന്ന ഒരു സഞ്ചാരക്കുറിപ്പ്. കാരണം അന്ന് വരെ അത്തരം ഒരു രചന മലയാളത്തിൽ കാര്യമായിട്ട് വന്നില്ല എന്നാണ്, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ അത് വളരെ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിച്ചു വന്നു. അപ്പോഴാണ് പല ആളുകളും പറയാൻ തുടങ്ങിയത്, കാരണം വീടിന് ചുറ്റുവട്ടത്തേക്കുള്ള ഇറക്കം പോലും യാത്രയാണ് എന്ന് ഉള്ള രീതിയിൽ പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് അതും യാത്ര തന്നെ ആയിരുന്നു എന്നുള്ളത്. ഈ അടക്കാനാവാത്ത യാത്രാമോഹത്തെ മറ്റൊരു തരത്തിൽ സഫലീകരിക്കാനുള്ള എൻ്റെ അന്വേഷണമായിരുന്നു വീടിന് ചുറ്റുവട്ടത്തേക്കുള്ള യാത്ര. അത് ഇന്നും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും എനിക്ക് വീട്ടിനുള്ളിൽ ഒരു കോളേജ്, വീട് മാത്രമായിട്ട് ചുരുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ, അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ബസ്സിന് കയറിയിട്ട് അവസാനത്തെ സ്റ്റോപ്പിൽ പോയി ഇറങ്ങുക, അവിടെ നിന്ന് ഒരു നാരങ്ങ വെള്ളമോ ചായയോ കുടിച്ചിട്ട് അവിടുന്ന് തിരിച്ചു വരുന്ന ബസ്സിന് തിരിച്ചു വരിക, ഇങ്ങനെ ചിലപ്പോൾ തീരെ പരിചയമേ ഇല്ലാത്ത നാടുകളിലൂടെ ഇതേപോലെയുള്ള ഏതെങ്കിലും ബസ്സിന് കയറി പോവുക, അവിടെ ചെന്നിറങ്ങുക, അടുത്ത വണ്ടിക്ക് തിരിച്ചു വരിക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പരിപാടികളൊക്കെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൂടിയാണ് ഞാൻ. അത് ചിലപ്പോൾ ഗൂഡല്ലൂരോ അല്ലെങ്കിൽ ഗൂഡല്ലൂരിന്റെ ഉൾപ്രദേശങ്ങളോ അല്ലെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ താമസിക്കുന്ന നിലമ്പൂരിന്റെ പരിസര പ്രദേശങ്ങളോ, നിലമ്പൂരിന്റെ ഉൾഗ്രാമങ്ങളിലൊക്കെ ഒരു 10-16 വർഷം മുമ്പ് ഞാൻ ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന പോലും പ്രതീക്ഷയില്ലാത്തൊരു കാലമായിരുന്നു. ആ കാലത്ത് ഇതുപോലെ തോന്നിയ ബസ്സിന് കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല അന്ന് എൻ്റെ അനിയത്തി വണ്ടൂരുണ്ടായിരുന്നിട്ട് എനിക്ക് കോഴിക്കോട് നിന്ന് ബസ്സിന് 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ വണ്ടൂരെത്താൻ. പക്ഷേ യാത്രയുടെ കൗതുകം കൊണ്ട് കോഴിക്കോട് വെള്ളയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി ഷൊർണൂർ വരികയും ഷൊർണൂരിൽ നിന്ന് വീണ്ടും ട്രെയിൻ കയറി വാണിയമ്പലത്ത് വരികയും വാണിയമ്പലത്ത് നിന്ന് ബസ് മാർഗം വണ്ടൂർ എത്തുകയും ചെയ്യുന്ന പരിപാടിയൊക്കെ അന്ന് ചെയ്തിട്ടുണ്ട്. 4-4.5 മണിക്കൂറാണ് ഈ രീതിയിൽ യാത്ര ചെയ്യുമ്പോൾ. അത് ഒരു ട്രെയിനിന് കാത്തിരിക്കുന്നതിന് 2 മണിക്കൂറുടെ ഇടവേള, ചുരുക്കത്തിൽ ഒരു ദിവസം മുഴുവൻ വേണമായിരുന്നു. പക്ഷെ അതൊക്കെ വളരെ ആസ്വദിച്ച് ചെയ്ത, ആളുകളെ ശ്രദ്ധിക്കുക, അവരുടെ സവിശേഷതകൾ, ഈ യാത്രയിലുള്ള അവരെയൊക്കെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു കൗതുകമാണ്. പിന്നെ പുറത്ത് കാണുന്ന കാഴ്ചകൾ, ചെടികൾ, മരങ്ങൾ, ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ, നമ്മുടെ നാടിന്റെ പ്രത്യേകതകൾ, നമ്മുടെ തെരുവുകളുടെ പ്രത്യേകതകൾ, ഇതെല്ലാം കാണാനുള്ള ഒരു ആഗ്രഹം. ആ ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു തരത്തിൽ ഞാൻ ആലോചിക്കുന്നു, മറ്റുള്ളവർക്ക് കേട്ട് കഴിഞ്ഞാൽ വട്ടുപിടിച്ച യാത്രകൾ എന്നൊക്കെ തോന്നിയേക്കാവുന്ന തരത്തിലുള്ള യാത്രകളാണ് എനിക്ക് കൂടുതൽ.
മാത്രമല്ല പിന്നീട് ജോലി സംബന്ധമായിട്ടും അതല്ലാതെ വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് വിനോദയാത്രയായിട്ടും മറ്റ് ഒഫീഷ്യൽ യാത്രയായിട്ടൊക്കെ പലതരത്തിലും പല യാത്രകളും പിന്നീട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിലതൊന്നും നമുക്കൊരു യാത്രാ വിവരണം എഴുതുക അല്ലെങ്കിൽ യാത്രയെ പറ്റി പറയാനുള്ള യാത്രകളായിട്ടൊന്നും തോന്നിയിട്ടില്ല. ചിലപ്പോൾ ആ യാത്രകളിലൊക്കെ നമ്മൾ ചിലപ്പോൾ പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും കളിച്ച് ചിരിച്ച് ഉല്ലസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അവിടെ നിന്ന് മറ്റൊന്നും ആ പുറത്തുള്ള കാഴ്ചകൾ, പുറത്തുള്ള മനുഷ്യർ, പുറത്തുള്ള പ്രകൃതി, പുറത്ത് ചുറ്റുപാടുകളൊന്നും അതിനകത്തേക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരം യാത്രകളൊന്നും മനസ്സിൽ പതിയാതെ പോയത്. അതേസമയം ഇപ്പൊ ഒരു 4-5 വർഷം മുമ്പ് ഞാൻ വിദേശത്ത് യൂറോപ്പിൽ യാത്ര നടത്തിയിട്ടുണ്ട്. ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ് തുടങ്ങിയ സ്ഥലങ്ങൾ, വത്തിക്കാൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തത് എനിക്ക് പലപ്പോഴും അത്ഭുതം കൂടി തോന്നാറുണ്ട്. എത്ര എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടായതെന്ന്. ഈ യാത്രയിൽ കൂടുതലായിട്ടും ഞാൻ ശ്രദ്ധിക്കുന്നത് സ്ത്രീകൾ എങ്ങനെയാണ്, സ്ത്രീകൾ എങ്ങനെ യാത്രയെ കാണുന്നു. കാരണം ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കണം എനിക്ക് ചെറുപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ച് മുതിർന്നപ്പോഴും യാത്ര ചെയ്യാനായിട്ട് വേണ്ട വിധത്തിൽ സാധിക്കാതിരുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ ചുറ്റുവട്ടമുള്ളവരും അങ്ങനെയായിരുന്നു എന്ന് തോന്നാറുണ്ട്. എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമായിട്ടും പലതരത്തിലുള്ള വിലക്കുകളും പരിമിതികളും യാത്രക്കുണ്ടായിരുന്നു. അപ്പൊ ഈ സ്ത്രീകൾ യാത്ര ചെയ്യുന്നത് അവർ സ്വതന്ത്രമായി യാത്ര ചെയ്യുന്നുണ്ടോ? സ്ത്രീകളുടെ പോകുന്ന നാടുകളിലെ സ്ത്രീകൾ എങ്ങനെയാണ്, അവരുടെ ജീവിത രീതി എന്താണ് എന്നൊക്കെ അറിയാൻ എനിക്ക് വലിയ കൗതുകമുണ്ട്. അതിനേക്കാൾ ഏറെയാണ് മനുഷ്യവംശത്തെ പറ്റി കൂടുതൽ അറിയാൻ. ഇപ്പോ സ്വിറ്റ്സർലൻഡിലേക്കുള്ള ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ വളരെ കൗതുകപൂർവമാണ് താഴേക്ക് നോക്കുന്നത്. കുറേ സ്ഥലം ഖത്തറിൽ നിന്ന് പിന്നെ ഫ്ലൈറ്റ് പറന്നുയർന്നു പോകുന്ന സമയത്ത് കുറേ ദൂരം മരുഭൂമി മാത്രമായിട്ട് കാണുന്നു. പിന്നീട് കാണുന്നത് മഞ്ഞു വീണ് കിടക്കുന്ന മലകളാണ്. അവിടെ ഇടയ്ക്ക് ജനപദങ്ങൾ, മനുഷ്യരുടെ അടയാളങ്ങൾ, അടയാളപ്പെടുത്തലുകൾ, റോഡുകൾ, പിന്നെ തടാകങ്ങൾ, ഫാക്ടറികൾ, ഇങ്ങനെയുള്ള പലതും നമ്മൾ പലയിടത്തു നിന്ന് കാണുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് എന്തൊരു വിസ്മയമാണ്. മനുഷ്യന്റെ ജീവിതം തന്നെ, മനുഷ്യൻ ഇന്ന് വരെ നടത്തിയിരിക്കുന്ന എന്തും യാത്രയാണല്ലോ എന്ന് വിചാരിക്കും. മനുഷ്യൻ ഇങ്ങനെ പുറപ്പെട്ട് 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 നമ്മുടെ ഇന്നത്തെ അറിവ് വെച്ച് ആഫ്രിക്കൻ കാടുകളിൽ എവിടെയോ നിന്ന് ഒരു ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു വർഗം പിറവിയെടുത്ത് 10-60,000 വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ പല പ്രാവശ്യം പുറത്തു കടക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് പിന്നീടുള്ള ആ ഒരു യാത്രയിൽ അവർ ഒരു 100ഓളം പേർ നടത്തിയ യാത്രയാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യവംശത്തെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. മനുഷ്യവംശത്തിന്റെ വികാസത്തിന്റെ, മനുഷ്യന് മാത്രമാണ് സത്യത്തിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ വളരാൻ സാധിക്കാത്തത്. കാരണം 5-6 വയസ്സ് വരെയെങ്കിലും ആരുടെയെങ്കിലും സഹായം വേണ്ടത് മനുഷ്യന് മാത്രമാണ്, മറ്റൊരു ജീവിവർഗത്തിനുമില്ല. ആ പ്രതിസന്ധി കൊണ്ട് തന്നെ ആയിരിക്കാം മനുഷ്യനെ നിരന്തരം പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് വേണ്ടി ഓരോ സ്ഥലത്തും അതിനേക്കാൾ മെച്ചപ്പെട്ട ഇടം, പ്രവാസത്തിന്റെയൊക്കെ കഥ അങ്ങനെയാണല്ലോ, അതിനേക്കാൾ മെച്ചപ്പെട്ട ഇടം, ഇനി എവിടെ ഇനി എവിടെ എന്നുള്ള ഒരു അന്വേഷണം മനുഷ്യനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ അന്വേഷണത്തിന്റെ ചരിത്രം അറിയുന്നതിന് വേണ്ടിയിട്ട് ആ മനുഷ്യന്റെ ഈ അത്ഭുതകരമായ യാത്രയുടെ അടയാളങ്ങൾ കാണുന്നതിനും ഓരോ മനുഷ്യനും എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നതിനുമൊക്കെയാണ് യാത്ര എന്നെ സഹായിക്കുന്നത്. അപ്പൊ ഈ അടുത്ത് തന്നെ സത്യത്തിൽ ഒരു കോളേജ് ടൂറിനായിരുന്നു ഞാൻ ഡൽഹിയിൽ പോകുന്നത്. പക്ഷെ അവിടെ നിന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവിടെ ഒരു ദിവസം മാറി നിൽക്കേണ്ടി വന്നു. മാറി നിന്നിട്ട് ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനുണ്ടായിരുന്നുകൊണ്ട് മാറി നിൽക്കേണ്ടി വന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് മണാലിക്ക്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മണാലിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ടൂറിസ്റ്റ് ബസ്സായിരുന്നു. പക്ഷെ ഞാൻ സാധാരണ ബസ്സിൽ കയറി ഇറങ്ങിയാണ് ഛത്തീസ്ഗഡിൽ നിന്നും ഒക്കെ അങ്ങനെ കയറി ഇറങ്ങിയാണ് എന്താ സത്ലജ് നദീതീരം ഒക്കെ കടന്ന് ബിയാസ് നദി ഉത്ഭവിക്കുന്ന പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചത്. വളരെ അതിമനോഹരമായ മനസ്സിലെന്നും കൊണ്ടു നടക്കുന്ന യാത്രയാണ്. അപ്പം ഇത് ഒക്കെ തരുന്നത് നമുക്ക് വലിയ ആനന്ദം, വലിയ അനുഭവം. നമ്മൾക്ക് എവിടെയൊക്കെയോ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നതിന്റെ നമ്മളുടെ അറിവ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണെന്ന് ഓരോ യാത്രയുമാണ് നമ്മളെ മനസ്സിലാക്കുന്നത്. മനുഷ്യരുടെ വൈവിധ്യങ്ങൾ, മനുഷ്യരുടെ ജീവിത രീതി, ഇതൊക്കെ അറിയുന്നതിന് മാത്രമല്ല പ്രകൃതിയുടെ ഇത് കൂടിയുണ്ട്. ഇതെല്ലാം അറിയുന്നതിന് കൂടിയാണ്
ഈ യാത്ര ആ, നടത്തുന്നത് എന്ന് എന്ന് ആ, എന്നാണ് എനിക്ക് പൊതുവെ തോന്നുന്നത്. ലോകത്തുള്ള എല്ലായിടവും കാണണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ മനുഷ്യരെയും അറിയണമെന്നുണ്ട്. എല്ലാ ദേശത്തിന്റെയും പ്രത്യേകത അറിയണമെന്നുണ്ട്. പക്ഷെ ഈ വളരെ പരിമിതമായ ഈ മനുഷ്യജന്മം കൊണ്ട് നമ്മുടെ തിരക്കുകൾ, നമ്മുടെ ജോലി, കുടുംബം, മറ്റു പല കാര്യങ്ങളുടെ ഇടയിൽ ഇതെല്ലാം സാധിച്ചു എന്ന് വരില്ല. പറ്റുന്നത്ര, പറ്റുന്ന പോലെ സഞ്ചരിക്കണമെന്നാണ് ആം, ആഗ്രഹിക്കുന്നത്. ഒരു കാലത്ത് യാത്ര ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടായിരുന്നിരിക്കാം ഇന്ന് യാത്രയെ കുറച്ച് കൂടുതൽ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത്. ഞാനിങ്ങനെ നിരന്തരം ഈ യാത്ര ചെയ്യുമ്പോഴാണ് വളരുക. ഞാൻ കുറച്ചുകൂടി മറ്റുള്ള മനുഷ്യരെ മനസ്സിലാക്കുന്നത് ഈ യാത്രയിലൂടെയാണ് എന്നാണ് തോന്നുന്നത്. വലിയൊരു സന്തോഷം കൂടി പങ്കുവച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ ഏതാണ്ട് 15 മിനിറ്റ് കഴിഞ്ഞു എന്ന് കരുതുന്നു. എൻ്റെ ഒരു പിന്നെ, ആ, വർഷങ്ങൾക്ക് മുൻപ് 2013 ഞാൻ എഴുതിയ ഒരു യാത്രാ വിവരണം, കൊച്ചു യാത്രാ വിവരണമാണ്. ചുവപ്പ് പട്ടയം തേടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യാത്രാ വിവരണം എഴുതിയിരുന്നു. അത് വയനാട്ടിലൂടെയുള്ള യാത്രയായിരുന്നു. വയനാട്ടിലെ ഉള്ള പല സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര, പ്രത്യേകിച്ച് എടയ്ക്കൽ ഗുഹ, അതുമായി ബന്ധപ്പെട്ട അറിവുകൾ, ചരിത്രം, ഇതൊക്കെയായിരുന്നു അതിനകത്ത് എഴുതിയിരുന്നത്. അന്ന് അത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നത്. ഒരു കൂട്ടം പുസ്തകങ്ങളുടെ കൂട്ടത്തിലായിരുന്നു അത് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അത് അന്നേ വേണമെങ്കിൽ ഉപേക്ഷിച്ചതാണെന്ന് പറയാവുന്ന ഒരു പുസ്തകമായിരുന്നു. പക്ഷെ ഈ 2024 പുതിയ 4 ഇയർ UG പ്രോഗ്രാമില് MG യൂണിവേഴ്സിറ്റിയിൽ ആ പുസ്തകം ഇപ്പോൾ യാത്ര എന്നുള്ള ഒരു ഇതിൽ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ അത് വലിയ ഉത്തരവാദിത്തമാണ് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, സന്തോഷം. തുടർന്ന് പിന്നീട് സംസാരിക്കാമെന്ന് കരുതുന്നു. നമ്മുടെ രണ്ടാമത്തെ അതിഥി എത്താൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശ്രീമതി ഉമൈബയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ തോന്നുന്നു. ഇവിടെ കൂടിയിരിക്കുന്നവർക്കും ചോദിക്കാം. ഞാൻ എൻ്റെ ചോദ്യത്തിൽ ആരംഭിക്കാം. നമ്മൾ ഒരുപാട് സഞ്ചരിച്ചിട്ടില്ലെങ്കിലും കുറേ സ്ഥലത്ത് മാറി താമസിച്ചിട്ടുണ്ട്. അതും ഒരു തരത്തിൽ പ്രവാസം തന്നെയാണല്ലോ. ഇപ്പോൾ നമ്മളുടെ ഒരു ഇടത്തിൽ നിന്ന് മാറി, ഇപ്പോൾ ഇടുക്കി പോലുള്ള ഒരു ജില്ലയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്ത് ചേക്കേറുകയാണ്. അവിടെയാണ് പിന്നീട് തുടർ ജീവിതം. അപ്പോൾ അത് ഉണ്ടാക്കിയ നമ്മളുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ നമ്മൾക്ക് ഏറ്റവും അധികം മനസ്സിനോട് അടുപ്പം തോന്നിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? എന്നെ സംബന്ധിച്ച് ഞാൻ ഇടുക്കിയിലെ വേലിയാർ കൊള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അപ്പം ഞാൻ അവിടെ തന്നെയാണ്. അമ്മ ജോലി കുറച്ചു കാലം മറയൂരായിരുന്നു. കാന്തല്ലൂർ, മറയൂർ, മൂന്നാറിനപ്പുറം എന്തിനാ മറയൂരായിരുന്നു ജോലി ജോലി ചെയ്തിരുന്നത്? ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ചു കാലം ആയുർവേദ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഡിപ്പാർട്ട്മെന്റ്. അപ്പം അതെ, അതെ. അപ്പൊ അമ്മ അവിടെ ജോലി ചെയ്യുന്നപ്പോ അമ്മ ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ഞാൻ LP സ്കൂളിൽ ഒരു വർഷവും UP സ്കൂൾ മുഴുവനും അവിടെയാണ് പഠിച്ചത്. അപ്പം അവിടെ അതായിരുന്നു, കാട്ടിലൂടെയൊക്കെ ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു. ആദ്യത്തെ ഒരു ദീർഘദൂര യാത്ര എന്നൊക്കെ പറയുന്നത് മറയൂരിലേക്കാണ്. കാരണം ഈ വേലിയാർകൊള്ളിയിൽ ഏകദേശം 4 മണിക്കൂറോളം, ഏതാണ്ട് 100 കിലോമീറ്റർ ഉണ്ട് മറയൂരിലേക്ക്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാല് അവിടുത്തെ ആ നാടിന്റെ എനിക്ക് തോന്നുന്നു ഒരു സംസ്കാരത്തെ അറിയുക എന്നൊക്കെ ഉള്ളത് അവിടെ വെച്ചായിരുന്നു. ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ കയറിപ്പോയതാണെന്നാണ് കരുതുന്നത്. അവിടുത്തെ ഒരുപാട് ചരിത്രം, അവിടുത്തെ മിത്തുകൾ, ഇങ്ങനെയുള്ളതിന്റെയൊക്കെ പുറകെ പോയിട്ടുണ്ട് അന്ന്. മുനിയറകള്, അവിടെയുള്ള ഗുഹകൾ, ഇതിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അമ്മ അധികമൊന്നും ഇങ്ങോട്ടേക്കൊന്നും വിടില്ല. അമ്മ വളരെ കർശനക്കാരിയായിരുന്നു. പക്ഷെ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് അവധിയായിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലെ പിള്ളേരോടൊപ്പം കാട്ടിൽ പോവുകയും ഈ ഗുഹകളിലേക്ക് പോവുകയും മുനിയറയിലൊക്കെ പോവുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഒരു ആനന്ദിച്ച് നടന്നിട്ട് കൂടിയുള്ളതാണെന്നും കൂടി പറയാം. അപ്പൊ അങ്ങനെ ഒക്കെയാണ് സത്യത്തിൽ യാത്ര ഒരു ഹരമാക്കിയത്. നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിലും നാട്ടിനുള്ളിൽ എന്നുള്ള നിലയിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷത്തോളം ഒരു കണ്ണൂര് ഞാൻ പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോ അവിടത്തെ ഒരു വർഷമൊന്നും എടുത്തില്ല, ഒരു 7 മാസത്തോളം അവിടെ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നാട്ടിലേക്ക് തന്നെ വന്ന് നാട്ടിൽ തന്നെയാണ്
താമസിക്കുന്നത്. അപ്പോ അന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇപ്പൊ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ഒരിക്കലും എന്റെ ഒരു ഭാവി ജീവിതം ഇടുക്കിക്ക് പുറത്തായിരിക്കും, അല്ലെങ്കിൽ ഈ ദേവിയാർ കോളനിക്ക് പുറത്തായിരിക്കും എന്ന് പോലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്റെ ലോകം ഈ പറയുന്ന 4 മലകൾക്കിടയിലുള്ള ഇതാണ് എന്റെ ലോകം. ഇതിനപ്പുറം വല്ലപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാത്രം പുറത്തു നടക്കുന്ന ഒരാളായിരിക്കും ഞാനെന്നാണ് അന്നൊക്കെ എന്റെ ധാരണ. ഏതാണ്ട് ഒരു 19-20 വയസ്സ് വരെ അങ്ങനെയാണ് കരുതുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു വയനാട് നിന്ന് ഒരു കൂട്ടുകാരൻ ഉണ്ടാവുകയും, ഒരു സാഹിത്യ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു കൂട്ടുകാരൻ ഉണ്ടാവുകയും, പിന്നീട് അത് വിവാഹത്തിലേക്ക് ഒരു വിവാഹാലോചനയായിട്ട് വരികയും അതിൽ വീട്ടുകാർക്ക് കൂടി തൃപ്തിയുള്ള ഒരു ബന്ധമായതുകൊണ്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞാൻ ആ നാട്ടിൽ നിന്ന് പോരുകയാണ്. വരുമ്പോ അന്നും എനിക്ക് തോന്നുന്നു അന്ന് 21 വയസ്സേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ജീവിതത്തെ പറ്റി ഒന്നും ആഴത്തിൽ ചിന്തിക്കാനുള്ള കഴിവോ കരുത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് തോന്നുമ്പോഴും അത്രയ്ക്കൊന്നും അന്നത്തെ ബോധം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കൂളായിട്ട് കല്യാണം കഴിഞ്ഞ് നേരെ അവരുടെ ബസ്സിനകത്ത് കയറി യാത്ര ചെയ്തു. അങ്ങനെ വരുന്ന വഴിക്ക് ഭർത്താവ് പറയുന്നുണ്ട് എന്നോട്, ചുരമൊക്കെ എത്തിയപ്പോ രാത്രി 2 മണിക്കോ മറ്റോ ഒക്കെയാണ് ചുരം കയറുന്നത്. ഇതാണ് ചുരം എന്ന് പറഞ്ഞ് എന്നെ എണീപ്പിച്ചപ്പോ ഞാൻ പുറത്തേക്ക് നോക്കിയ ഇരുട്ട് കണ്ടതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം മറ്റൊന്നും ഇല്ല, പിന്നെ വെളിച്ചമില്ലാത്തതിന്റെ പ്രശ്നം. പക്ഷെ ഇദ്ദേഹം എന്നോട് ഇങ്ങനെ ഓരോ സ്ഥലവും ഇതാണ് വയനാട്ടിലെ ഇന്ന സ്ഥലം ഇന്നതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, വലിയ ഒരു എക്സൈറ്റ്മെന്റില് ഒരു കൂട്ടുകാരിയോട് പറയുന്നതായിട്ട്. പക്ഷെ എനിക്കതൊന്നും, ഒന്നാമത്തെ കാര്യം വലിയൊരു ദീർഘദൂര യാത്രയും പ്രശ്നങ്ങളും ഒക്കെ അത് കൊണ്ട് ഒരു പരിധി വരെ എനിക്കത് ആസ്വദിക്കാനും ഒന്നും സാധിച്ചിരുന്നില്ല. വയനാട് ചെന്നു കഴിയുമ്പോഴും അത്ര വലിയ ആലോചനയോ ചിന്തയോ ഒന്നും ഇല്ലാതെയാണ് ഈ പോകുന്ന പോക്കൊക്കെ. പക്ഷെ അധികം കഴിയുന്നതിന് മുമ്പ് എനിക്ക് വലിയ യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമാണെങ്കിലും അതെന്നെ വേദനിപ്പിക്കുന്നത് കൂടിയാണ്. എന്റെ നാടിൽ നിന്ന്, എന്റെ സംസ്കാരത്തിൽ നിന്ന് എന്നെ വേരോടെ പിഴുതെടുത്തുകൊണ്ടാണ് വയനാട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് എന്നെ ഒരു കൂട്ടുകാരന്, നല്ലൊരു കൂട്ടുകാരനൊപ്പമുണ്ട്, അവരുടെ കുടുംബമുണ്ട് എന്നുള്ളതൊക്കെ സന്തോഷമായിട്ട് അവിടെ ഉണ്ടെങ്കിലും ഒപ്പം തന്നെ പൂർണ്ണമായും എന്റെ വേരറുത്തുകൊണ്ടാണ് ആ വരവുണ്ടായത് എന്നുള്ളത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു പരമാർത്ഥം തന്നെയാണ്. കാരണം പിന്നെ എനിക്ക് ഒരു സാംസ്കാരിക ലോകം ഇടുക്കിയിലുണ്ടായിരുന്നു. ദേവിയാർ കോളനി എന്ന് പറയുന്ന പ്രദേശത്ത് എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ ഒരു വിഷവൈദ്യം ചെയ്തിരുന്ന ഒരു കുടുംബത്തിലെ അംഗം കൂടിയായിരുന്നു. ഞാൻ ആ സമയത്ത് അത് ചെയ്യുന്ന ഒരാൾ കൂടിയായിരുന്നു അവിടെ. ഒപ്പം തന്നെ പിന്നെ സമൂഹവുമായിട്ട് ക്ലബ്ബ്, മഹിളാ സമാജങ്ങൾ, അവിടെ ആ പരിസരത്ത് ഞാൻ നെഹ്റു യുവകേന്ദ്രയില് അന്ന് NSV കൂടിയായിരുന്നു ഞാൻ വിവാഹം കഴിയുന്ന സമയത്ത്. ആ സമയത്ത് അവിടെ ഉള്ള ഞങ്ങളുടെ 2 ബ്ലോക്കിലായിട്ട് ദേവികുളം ബ്ലോക്കിലും അതേപോലെ അടിമാലി ബ്ലോക്കിന്റെയും ചാർജ് ഉണ്ടായിരുന്നത് കൊണ്ട് അവിടുന്ന് കുന്നും മലയും ഒക്കെ കയറി ഇറങ്ങി അവിടെയൊക്കെയുള്ള ക്ലബിലും മഹിളാ സമാജങ്ങളിലും സാംസ്കാരിക സംഘടനകളിലും എല്ലാം എത്തിപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അതൊന്നും ഇല്ലാതെ നമ്മൾ പൂർണ്ണമായിട്ടും ഒരു വീട്ടിനുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അതും നമ്മുടെ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരുമില്ലാത്ത നമ്മൾ പുതുതായി കണ്ട കുറെ മനുഷ്യരുടെ ഇടയിലേക്ക് പോവുക എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ അവിടെ നിന്ന് വേര് പിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പതുക്കെ വേര് പിടിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ വന്ന് അവിടെ പിന്നെ ഒരു കോഴ്സിന് ചേർന്നു. ഒപ്പം ഒരു സൊസൈറ്റിയിൽ ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ കോഴിക്കോടേക്ക് വരികയാണ്. അവിടെ നിന്ന് പിന്നെ ജേർണലിസം കോഴ്സിന് ഞാൻ അവിടെ ജോയിൻ ചെയ്തു, കോഴിക്കോട് പ്രസ് ക്ലബില്. അങ്ങനെ അവിടെ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിനിടയിൽ തന്നെ കോഴിക്കോട് ബാങ്കിൽ ജോലി കിട്ടി. അങ്ങനെ കോഴിക്കോടേക്കുള്ള ഒരു വരവ്, തിരിച്ചു ഉള്ള ആ മലയിറക്കം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ വലിയ നിർണായകമായ ഒരു ഒരു നിർണായകമായ ഒരു സംഗതിയായിട്ടാണ് തോന്നുന്നത്. അവിടെ ഒരു കോഴിക്കോട് എന്നെ സംബന്ധിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട, ഞാൻ ഒരുപാട് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. അവിടുത്തെ ആളുകൾ, അവിടുത്തെ സൗഹൃദങ്ങൾ, അവിടുത്തെ സാഹിത്യ സദസ്സുകൾ, അവിടുത്തെ
പ്രകൃതി, അവിടുത്തെ ജീവിതം എല്ലാം ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. ഒപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ജോലിയും വീടും ഇതുമൊക്കെ ആയിട്ട് പോകുന്നതിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും കോഴിക്കോട് എന്ന് പറയുന്ന ഇപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആദ്യം കോഴിക്കോട് വരുന്നത് എന്റെ ഭർത്താവിന് അവിടെ ജോലി കിട്ടിയിട്ട് അദ്ദേഹം അവിടെ താമസം തുടങ്ങിയപ്പോൾ എന്നെയും കൂടി അവിടെ കൊണ്ടുവന്നിട്ട് ആദ്യം ഒരു PSC കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഒരു കോച്ചിങ് സെന്ററിലാക്കി. അപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന വഴിയെ നടന്ന് വന്നാൽ ഇവിടെ മാനാഞ്ചിറയിൽ ഒരു ലൈബ്രറി ഉണ്ട്, അവിടെ ഇരുന്നാ മതി, ഞാൻ അങ്ങോട്ടേക്ക്, അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമാണ്, അവിടെ വന്നിരുന്നാ മതി, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആ പറഞ്ഞ അച്ചുമടയാളവും ഒക്കെ വെച്ചുകൊണ്ട് ഈ കോച്ചിങ് സെന്ററിൽ നിന്ന് ഈ മാനാഞ്ചിറ ലൈബ്രറിയിലേക്ക് വന്ന യാത്ര, പിന്നീട് കോഴിക്കോട് നഗരത്തിനുള്ളിലെ ഏത് ഇടവഴിയും എനിക്ക് ഇന്നും കാണാപ്പാടമാണ്. എവിടെയും എല്ലാ സ്ഥലവും എനിക്കറിയാം. നഗരത്തിന്റെ നഗരം എന്ന് പറയുന്നത് ടൗൺ മാത്രമല്ല, ടൗൺ വിട്ടിട്ടുള്ള ബാങ്കുമായി ബന്ധപ്പെട്ട് പല ആവശ്യങ്ങൾക്കായിട്ട് ഉൾപ്രദേശങ്ങളിലേക്ക് പോയിട്ട് ഉള്ള അനുഭവം കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പൊ എല്ലാവരും പറയുന്ന മിഠായി തെരുവും ബീച്ചും സരോവരത്തിനും അപ്പുറം പുതിയങ്ങാടിയിലെയും പുതിയാപ്പയിലെയും പിന്നെ ബേപ്പൂരിലെയും മാറാടിലെയും ഒക്കെ നടുവട്ടത്തെയും മരക്കിണറിലെയും ഒക്കെ ഉൾപ്രദേശങ്ങൾ ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. അവിടത്തെയൊക്കെ ജനങ്ങളെ, അവിടുത്തെ മനുഷ്യരെ ഒക്കെ അടുത്തറിയാൻ ശ്രമിച്ചിട്ടുള്ള ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോഴിക്കോട് അങ്ങനെ ഒരു പിന്നെ നമ്മൾ അങ്ങനെ അവിടെ ജീവിച്ചു തുടങ്ങുകയാണ്. ഇനി ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കുകയാണ്. മനസ്സിലാക്കൽ ഉണ്ടാവുന്നതൊക്കെ ആ ഒരു പ്രായത്തിലാണല്ലോ. കുറച്ചുകൂടി പക്വതയാവുന്നു, കുറച്ചുകൂടി ഇത് നമ്മൾ ഇതുവരെ കണ്ടിരുന്നതല്ല ലോകമെന്ന് മനസ്സിലാവുന്നു. പിന്നെ ഇതൊക്കെ പിന്നെ ഉള്ളിൽ നമ്മുടെ നാടിനോടുള്ള സ്നേഹം അവിടെ കിടക്കുകയും ഒപ്പം ഈ വരുന്ന നാടിനെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങണം എന്നുള്ള ഒരു ബോധം ഉണ്ടാവുകയും അവിടെ നിന്ന് കിട്ടുന്ന ആളുകളെയെല്ലാം നമ്മുടെ ആളുകളായിട്ട് കരുതുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് പിന്നീട് വരുന്നത്. അങ്ങനെ പിന്നീട് കുറച്ചു കാലം തിരുവനന്തപുരത്ത് നിന്നു, ജോലി ചെയ്തു, അവിടെ പോയി നിന്നു. തിരുവനന്തപുരവും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നഗരമാണ്. അതുപോലെ പിന്നീട് മമ്പാടേക്ക് വരുന്നു, നിലമ്പൂര് വരുന്നു. ഇപ്പം 10 വർഷമായിട്ട് നിലമ്പൂരാണ്. നിലമ്പൂര് വരുമ്പം എനിക്ക് കോഴിക്കോട് നിന്ന് അല്പം പോലും വരാൻ മനസ്സുണ്ടായിരുന്നില്ല. പക്ഷെ ജോലിയുടെ കാര്യത്തിൽ എനിക്ക് ഇവിടുത്തെ ജോലിയായിരുന്നു, അധ്യാപനമായിരുന്നു ഇഷ്ടം. അപ്പൊ അവിടുത്തെ ബാങ്ക് ജോലി ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പം സ്ഥലം എന്നുള്ള നിലയിൽ എനിക്ക് ഇവിടെ വന്ന് ഇഷ്ടമായിരുന്നില്ല. പിന്നെ ഇവിടെയും നമ്മൾ ഈ എല്ലായിടത്തുനിന്നും വേരറുത്ത് പുതിയൊരിടത്ത് വന്ന് ഇവിടെ ഞാൻ കോളേജിനുള്ളിലേക്ക് കയറുമ്പോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒറ്റ മനുഷ്യരെ എനിക്കറിയില്ല, ഒരു കുട്ടിയെയോ ഒരു അധ്യാപകരെയോ ആരെയും എനിക്കറിയില്ല. അവിടെ വന്നിട്ടുണ്ടാക്കിയ ഇന്ന് ഇവിടെയുള്ള സൗഹൃദങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇന്ന് ഇവിടെ നിന്നുണ്ടാക്കിയതാണ്. അതേപോലെ തിരുവനന്തപുരത്ത് പോയപ്പോ അവിടെ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഞാൻ വിചാരിക്കും, ഒരുപക്ഷെ പുരുഷനേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീയുടെ ലോകം വളർത്തിയെടുക്കുക. അല്ലെങ്കിൽ സ്ത്രീ ഇങ്ങനെ പിടഞ്ഞുകൊണ്ട് അവൾ പുതിയ പുതിയ ഇടങ്ങളിലേക്ക് പോയി അവളുടെ വേരുറപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു എഴുത്തുകാരി ആയതില് എന്റെ പിന്നിൽ ആ നാടിന്റെ നഷ്ടമാണെന്നാണ്. എഴുതുമായിരുന്നു എന്നുള്ളതൊക്കെ ഉണ്ട്, ഒരു പ്രീ ഡിഗ്രി ഒക്കെ മുതലൊക്കെ എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. എങ്കിലും എഴുത്തിലൊരു ഗൗരവം വന്നത് ഈ ഇടുക്കി വിട്ട് പോന്നതിന് ശേഷമാണ്. എവിടെയൊക്കെയോ എൻ്റെ അതൃപ്തികളെ പൂരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നായിരുന്നു എഴുത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഉണ്ടായിരുന്ന യാത്രകൾ പോലും ഒരുപക്ഷെ എൻ്റെ നാട്ടിൽ നിന്ന് വിട്ടുപോകുന്നതിൽ നിന്നുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയിലായിരുന്നിരിക്കാം വന്നത് എന്നാണ് തോന്നുന്നത്. ഈ പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദേശത്തുള്ള പ്രവാസം അല്ലെങ്കിൽ വളരെ ദൂരെയുള്ള രാജ്യങ്ങളിലുള്ള പ്രവാസം മാത്രമായിട്ടാണ് നമ്മൾ കരുതുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, അത് വളരെ വാസ്തവമാണ്. നമ്മളുടെ പണ്ടത്തെ പ്രവാസം എന്ന് പറഞ്ഞാൽ മലയാളികൾ പോയിരുന്നത് ബോംബെയിലൊക്കെയാണ്. അവിടെ നിന്ന് അത്ര എളുപ്പമല്ല, 3-4 ദിവസം യാത്ര ചെയ്തൊക്കെ എത്തേണ്ട സ്ഥലങ്ങളിലാണ് പലരും ജോലി തേടി പോയിരുന്നത്. അന്ന് ഗൾഫ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഭാഷ അറിയില്ല,
അവിടുത്തെ സംസ്കാരം വ്യത്യസ്തമാണ്. ഈ ഭാഷ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ? അപ്പോൾ ഇവിടെ ഇടുക്കിയിലെ ഒരു ഭാഷയുടെ വഴക്കമായിരിക്കില്ല ഇപ്പോൾ കേരളത്തിലെ ഒരു വടക്കൻ ജില്ലയിലേക്ക് എത്തുമ്പോൾ ഉള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? അതുപോലെ ഭാഷ പോലെ തന്നെ നമ്മളുടെ ഭക്ഷണ രീതികൾ അതും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ ഒരു നാട്ടിൽ നിന്ന് ഇടുക്കിയിൽ നിന്ന് ഞാൻ കണ്ണൂരേക്ക് പോകുമ്പോഴും കണ്ണൂരിൽ നിന്ന് പിന്നീട് വയനാട്ടിലേക്ക് പോകുമ്പോഴും കോഴിക്കോട് പോകുമ്പോഴും തിരുവനന്തപുരത്ത് പോകുമ്പോഴും ഒക്കെ ഈ പറയുന്ന പ്രശ്നമുണ്ട്. കാരണം അത് മറ്റൊരു തരം പ്രവാസമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന, നമ്മുടെ നാട് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന എന്തും ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് കേരളീയ സംസ്കാരം, ഭാഷ ഒന്ന് മലയാളം എന്നൊക്കെ പറഞ്ഞാലും ഇടുക്കിയിലെ ആ ദേവിയാർ കോളനി എന്ന് പറയുന്ന ചുറ്റുപാടിൽ നമ്മൾ ജനിച്ചു വളർന്ന അവിടെ ഉണ്ടാക്കിയെടുത്ത അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ജീവിച്ച ഒരാൾ അതിന് പുറത്തേക്ക് തൊട്ടടുത്ത ഗ്രാമത്തേക്ക് പോയാലും അതും ഇതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പ്രവാസം തന്നെയാണെന്നാണ് കരുതുന്നത്. അപ്പോൾ എവിടെയായാലും നമുക്ക് ഈ ഒരു വേര് പിടിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത്, ആ ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പതുക്കെ പതുക്കെ നമ്മൾ അതുമായിട്ട് അങ്ങ് യോജിച്ച് വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഭാഷയുടെ വലിയ പ്രശ്നം കണ്ണൂർ ചെന്ന് കഴിഞ്ഞപ്പോ പലതും മനസ്സിലാവില്ല. അന്ന് ഇടുക്കിയിൽ നിന്ന് പോകുന്ന ആൾക്ക് തെക്കൻ തിരുവിതാംകൂർ ഭാഗത്തെ മിക്കവാറും ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് ഇടുക്കിയിലുള്ളത്. അത് ഞങ്ങളുടെ അയലക്കത്തുള്ളവർ തിരുവനന്തപുരം ഭാഷ സംസാരിക്കും, കോട്ടയം ഭാഷ സംസാരിക്കും, ആലപ്പുഴ ഭാഷ സംസാരിക്കും, അങ്ങനെ പല ഭാഷാഭേദങ്ങൾ സംസാരിക്കുന്ന ആളുകളായിരിക്കും. ഹലോ 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 നമ്മുടെ ഹലോ ഹലോ ഇടയ്ക്ക് മൈക്ക് കട്ടായി പോയി, അതാ വിളിച്ചത്. കുഴപ്പമില്ല, കണ്ടിന്യൂ ഓക്കെ ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ. ഈ പല പ്രദേശങ്ങളിൽ നിന്ന് അല്ല ഈ പല പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറ്റക്കാരുടെ ഒരു പ്രദേശമാണ് ഞങ്ങളുടെ നാട്. പക്ഷെ അവിടുത്തെ ഭാഷകളൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാവുന്ന ഭാഷയായിരുന്നു. പക്ഷെ കണ്ണൂരേക്ക് പോകുമ്പോ ഏടെ ആടെ എന്നൊക്കെ പറയുമ്പോ എടുത്തു എന്നൊക്കെ ചോദിക്കുമ്പോ ആദ്യം മിഴിച്ചു നിന്നിട്ടുണ്ട്, ഇതെന്താണ് എന്നുള്ള രീതിയിൽ പലതും പല വാക്കിലും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാല് മീനുകളിൽ വെച്ച് അയല മാത്രമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരേ പേരുള്ള മീനുള്ളൂ. ബാക്കിയുള്ളതെല്ലാം വേറെയാണെന്ന് തോന്നും മിക്കവാറും. സ്രാവും ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ളതൊക്കെ വലപ്പയർ, ഞങ്ങളുടെ നാട്ടില് ചാള എന്നാ പറയുന്ന സാധനം ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇപ്പൊ നിലമ്പൂര് ഭാഗത്ത് അല്ലെങ്കിൽ കോഴിക്കോട് വയനാട് ഭാഗത്തൊക്കെ മത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ അയലയ്ക്ക് മാത്രമേ ഒരു ഒറ്റ പേരുള്ളൂ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ബാക്കിയുള്ളിടത്തൊന്നും ആ പേരല്ല പറയുന്നത്. പല തരത്തില് ഈ പറഞ്ഞ ഒരു ഉദാഹരണത്തിനാണ് കേട്ടോ മീനിന്റെ കാര്യം പറഞ്ഞത്. ഇതുപോലെ എന്റെ മൂത്ത മകളെ ചെറുതായിരിക്കുമ്പോ പല കാര്യങ്ങളും പഠിപ്പിക്കുമ്പോ ഞാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. കാരണം പിന്നെ ഭർത്താവ് വയനാട്ടുകാരനാണ്, ഞാൻ ഇടുക്കിക്കാരിയാണ്. അപ്പോ ഇവളെ ഏത് ഭാഷാഭേദം പഠിപ്പിക്കുമെന്നുള്ളത്, കാരണം സത്യത്തിൽ പിള്ളേരൊക്കെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത മകള് സംസാരിക്കുന്ന ഭാഷയേ അല്ല ഇളയ മകള് സംസാരിക്കുന്നത്. എനിക്ക് പോലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ നാട്ടിലൂടെ നമ്മൾ സഞ്ചരിച്ച് മലയാളത്തിന്റെ ഏത് ശൈലിയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ തന്നെ ആയിട്ടുണ്ട്. എന്റെ വീട്ടിൽ വന്ന പല ഭാഷകളുടെ സംഗമ സ്ഥലമാണെന്നൊക്കെ എനിക്ക് തോന്നിപ്പോവാറുണ്ട്. ഇപ്പൊ ചെറിയ മോളോട് പിന്നെ ഞാൻ ഓർമ്മയിലുള്ളതാണ്, ഒരു ബാലപാഠ പുസ്തകം, ഒരു ഹിന്ദി ബാലപാഠ പുസ്തകം വഴിയിൽ നിന്ന് കിട്ടിയപ്പോ വാങ്ങി വന്നതാ. അപ്പൊ ഹിന്ദി പഠിപ്പിക്കുക എന്നുള്ളതല്ല, അവളെ വെറുതെ ഈ ചിത്രം നല്ലതായതുകൊണ്ട് ഞാൻ ആ ചിത്രം ഇങ്ങനെ നോക്കി നോക്കി ചൂണ്ടി ചൂണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പിന്നെ മാതള നാരങ്ങ എന്ന് ഞങ്ങൾ പറയുന്ന പോം ഗ്രാനൈറ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ മോളോട് മാതള നാരങ്ങ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ കുട്ടിയോട് വീണ്ടും ഇതെന്താണെന്ന് അവള് ചോദിക്കുമ്പോ അവള് പറയാണ് ഉറുമാമ്പഴം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ തണ്ണിമത്തൻ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വാട്ടർമെലൻ പഠിപ്പിക്കുകയാണ് അവളെ. പിന്നെ അവളിങ്ങനെ അത് പുതിയൊരു വാക്ക് പോലെ കേട്ടു. അവസാനം ഞാൻ അവളോട് ചോദിക്കുകയാണ്, അവള് പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ ഇതെന്താണ്. അപ്പൊ അവള് പറയാ വത്തയ്ക്ക. കാരണം രാവിലെ
അച്ഛൻ പഠിപ്പിച്ചതാണ് വത്തയ്ക്ക. അത് അവളുടെ മനസ്സിലുണ്ട്. എന്നിട്ട് വൈകിട്ട് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുമ്പോ ഉള്ള പ്രശ്നം ഇങ്ങനെ അവളെ ചെറുപ്പത്തിൽ ഈ കുറേ വാക്കുകള് നമ്മൾ ഈ പുസ്തകത്തിൽ നോക്കി ഇപ്പൊ പഠിപ്പിക്കുമ്പോ അവള് നാടൻ അവിടുത്തെ നാട്ടുഭാഷയിൽ ഭർത്താവ് പറയുന്ന ഭാഷയിലായിരുന്നു ആദ്യം അവള് സംസാരിച്ചിരുന്നത്. കാരണം പിന്നെ ഈ പുസ്തകമൊക്കെ ചൂണ്ടി രാവിലെയൊക്കെ അവൾക്ക് ഭക്ഷണം കൊടുക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അച്ഛനായിരുന്നത് കൊണ്ട് അവൾ അച്ഛന്റെ ഭാഷയാണ് ആദ്യം പഠിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇവൾക്ക് മനസ്സിലാവാതിരുന്നത്. ഇതേ കാര്യം ചെറിയ മോൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരത്തെ തന്നെ എനിക്ക് തന്നെ തിരിച്ചറിവ് വന്നതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഞങ്ങൾ 4 പേര് സംസാരിക്കുന്നത് 4 ഭാഷയായിട്ടാണ് തോന്നുന്നത്. ഈ സംസ്കാരത്തിന്റെ വിശേഷങ്ങളും അതെല്ലാം ഉണ്ട്. നമ്മുടെ കറികൾ, രുചികൾ എല്ലാത്തിനകത്തും വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കുറെ പുഴുക്കുകൾക്കൊക്കെയാണ് പ്രാധാന്യം കൂടുതൽ. പുഴുക്ക്, ബീഫ്, മീൻകറി, പല മീൻകറി എന്നൊക്കെ പറഞ്ഞാൽ കൊടംപുളി ഇട്ട മീൻകറി, കൊടംപുളി ഇട്ട മീൻ പീര, അല്ലെങ്കിൽ മാങ്ങ ഇട്ട മീൻ പീര, ഇങ്ങനെയൊക്കെ പോകുന്ന സംഗതികളില് ഇവിടെ വന്നു കഴിയുമ്പോൾ ഒക്കെ വാളംപുളിയിലേക്ക് മാറുന്നു. പലഹാരങ്ങളിലൊക്കെ കൂടുതലായിട്ട് മധുരം ഉപയോഗിക്കുന്നവരാണ് ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. പക്ഷെ ഞങ്ങളുടെ അങ്ങോട്ടേക്ക് വളരെ അപൂർവമായിട്ട് മാത്രം കട്ടൻ ചായക്കൊക്കെ ഒരു പ്രാവശ്യം മാത്രം മധുരം ഇട്ട് കുടിക്കുന്ന മനുഷ്യരാണ്. ബാക്കി സമയത്തൊക്കെ മധുരം ഇല്ലാതെ കട്ടൻ ചായ കുടിക്കുന്ന മനുഷ്യരാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ വ്യത്യാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കേരളത്തിന്റെ തന്നെ 2 ജില്ലകളാണ്. എന്നിട്ട് പോലും ഈ പറയുന്ന തരത്തിൽ വലിയ തരത്തിൽ നമ്മൾ സാംസ്കാരികമായിട്ട് വലിയ വ്യത്യാസങ്ങളുണ്ട്. ആഘോഷങ്ങളിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും ഒക്കെ ഈ പറയുന്ന തരത്തിലുള്ള ഭാഷയിലും ഒക്കെ വ്യത്യാസമുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതും ഇതും ഒരു പ്രവാസ ജീവിതം എന്ന് തന്നെ പറയാം. അങ്ങനെയാണ്. അതെ. ഇത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ ഏത് ജില്ലയിലെ ഭാഷയാണ് ഏറ്റവും നല്ലത്? ഒരു ഭാഷ അധ്യാപിക എന്നുള്ള രീതിയിൽ അത് എനിക്ക് തോന്നുന്നു അത് പറയാൻ പറ്റും എന്നുള്ളത്. പിന്നെ പല സ്ഥലങ്ങളിലും താമസിച്ചിട്ടുണ്ട്. ഏറ്റവും കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള, ഏറ്റവും ലളിതമായ, അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു എഴുത്തിനോട് സാമ്യപ്പെടുന്ന ഒരു ഭാഷ ഏത് ജില്ലയിലാണ്? അല്ല, എഴുത്തിനോട് സാമ്യം എന്നൊക്കെ പറയുമ്പോ അത് നമ്മൾ പൊതുവെ പത്രഭാഷ എന്നൊക്കെ പറയുന്നതാണല്ലോ. പത്രഭാഷയിലൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കോട്ടയം പ്രദേശത്തെ ഭാഷയാണെന്ന് തന്നെ. അപ്പൊ കോട്ടയം, എറണാകുളത്തിന്റെ ചില ഭാഗങ്ങളിലെ ഒരു 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 പ്രത്യേക ഒരു ബെൽറ്റിന്റെ ഒരു ഭാഷയാണ്. ഒരു മധ്യ തിരുവിതാംകൂർ ബെൽറ്റിന്റെ ഭാഷ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതാണ് മനോഹരം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ നാടിന്റെ ഭാഷയും മനോഹരമാണെന്നാണ്. മറ്റത് മാനക ഭാഷയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നു. അല്ലെങ്കിൽ പത്രത്തിൽ നമ്മൾ എഴുതുന്ന മാധ്യമങ്ങളിൽ നമ്മൾ എഴുതുന്ന ഭാഷയോട് അടുത്ത് നിൽക്കുന്നു എന്ന് മാത്രമാണ്. അതിന് പിന്നെ അതിന് സൗന്ദര്യം ഇല്ലെന്നല്ല. അവിടെയുള്ള ആളുകൾക്ക് അതാണ് സൗന്ദര്യം, ഇവിടെയുള്ള ആളുകൾക്ക് ഇതാണ് സൗന്ദര്യം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത് കുട്ടികളിലൊക്കെ നമുക്ക് വലിയ കൗതുകമായിട്ട് ഇപ്പൊ മലപ്പുറത്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പിന്നെ കൂടുതലും നമ്മൾ ഇപ്പൊ പുതിയ പുതിയ സംഗതികളൊക്കെ വന്നു കഴിയുമ്പോൾ ഉപകരണങ്ങളായിക്കോട്ടെ, ചില ഉൽപ്പന്നങ്ങളായിക്കോട്ടെ ഒക്കെ വരുമ്പോൾ പിന്നെ നമ്മളെല്ലാം അതിന്റെ ശരിയായ രീതിയിലുള്ള പേരുകളാണ് കൊടുക്കാറ്. അതിന്റെ ആ ഇംഗ്ലീഷ് പേര് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇവിടെയൊക്കെ വരുമ്പോൾ അത് വളരെ രസമാണ്. പിള്ളേര് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങള് ഇതിനൊക്കെ തനതായിട്ടുള്ള മലയാള പദം കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ, അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ ഭാഷ ആര് സംസാരിക്കുന്ന ഭാഷയാണ് നല്ലത് എന്നൊക്കെ ചോദ്യം വരുന്നത്. കാരണം അത്ര മനോഹരമായിട്ട് എനിക്കിങ്ങനെ ഓർമ്മ വരുന്ന ഒരു കാര്യമാണ്. ഇവിടുന്ന് വരുമ്പോ മൊബൈൽ റീചാർജ് ചെയ്യാൻ പോയ സമയത്ത് അവിടെ നിന്ന് ഒരു സ്ത്രീ ചോദിക്കുകയാണ്, ഈ ഫോൺ ഒന്ന് തരിപ്പിലിട്ട് തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ വൈബ്രേറ്റ് എന്നുള്ളതാണ് നമുക്കറിയുന്നത്. അവർക്ക് അവരുടെ ഫോണിനെ പറ്റി അവർക്ക് വൈബ്രേറ്റ് എന്ന് പറയുന്ന പദം അറിയില്ല. അതുകൊണ്ട് അവരതിന് അവരുടേതായ ഒരു ഭാഷ ഉണ്ടാക്കുകയാണ്, ഒരു വാക്ക് ഉണ്ടാക്കുകയാണ്, തരിപ്പ് എന്നുള്ള വാക്ക്. അതേപോലെ നമ്മൾ കൂടുതലും ഇപ്പോഴും ചെരുപ്പിന്റെ ജോഡി അല്ലെങ്കിൽ പെയർ എന്നൊക്കെ പറയുമ്പോൾ അവര് ചോദിക്കുന്നത്, ഇവിടെയുള്ള സാധാരണ മനുഷ്യർ ചോദിക്കുന്നത് ഇതിന്റെ തുണ എവിടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ വലിയ കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ മുടിയിലിടുന്ന നമ്മൾ ബണ്ണെന്നൊക്കെ പറയുമ്പോൾ ഈ മറ്റേ റബ്ബറിന്റെ ഇതൊക്കെ മുടി കെട്ടാൻ ഉപയോഗിക്കുന്നതിന് ഒരു മുടിക്കുടുക്ക് എന്നൊക്കെ വളരെ സുഖമായിട്ട് പിന്നെ ബലൂണിന് വീർപ്പിക്കുന്നത് വീർപ്പ എന്നൊക്കെ പറയും.
ഇതൊന്നും ഒരുപക്ഷെ കോട്ടയത്ത് കിട്ടില്ലാത്ത സാധനമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഭാഷയുടെ ഒരു സൗന്ദര്യത്തിലേക്ക് എന്ന് പറയുന്നത് അത് എല്ലാ ഭാഷയും സൗന്ദര്യമുള്ളതാണ്. അത് ഓരോ പ്രദേശത്തും താമസിക്കുന്ന വ്യക്തികൾക്ക് അവരവരുടെ ഭാഷയായിരിക്കും ഏറ്റവും സൗന്ദര്യമുള്ള ഭാഷ എന്നാണ് തോന്നുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും പൊതുവെ മനസ്സിലാക്കാനുള്ള ഒരു ഭാഷ ആവശ്യമായതുകൊണ്ട് മാനക ഭാഷ അവിടെ നിൽക്കുന്നു. അത് കൂടുതലായിട്ട് ഒരു ആശയവിനിമയത്തിന് കൂടുതലായിട്ട് മറ്റുള്ളവർക്കും കൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി പൊതുവെ ഉപയോഗിക്കുന്നു എന്നതിനപ്പുറം മാനക ഭാഷയേക്കാൾ എപ്പോഴും മനോഹരം ഓരോ നാട്ടുകാർക്കും അവരവരുടെ നാട്ടുഭാഷയായിരിക്കും എന്നാണ് തോന്നുന്നത്. വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. ഞാൻ വിഷചികിത്സയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ വിഷചികിത്സ ഇടുക്കിയിൽ വെച്ചിട്ട് ചെയ്തു, അതിനുശേഷം അത് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ലേ? ഇപ്പോൾ അത് ചെയ്യാറില്ലേ? കുറവാണ്. കുറവാണെന്നൊന്നുമല്ല, അപൂർവമാണ് എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മലയോര പ്രദേശമാണ്. മനുഷ്യരെല്ലാം കാടും വനവും അല്ലെങ്കിൽ കൃഷിയുമായിട്ടൊക്കെ നടക്കുന്ന മനുഷ്യരാണ്. അപ്പം മിക്കവാറും ഒക്കെ പുല്ലരിയാൻ പോകുമ്പോൾ പാമ്പിനെയും കൂടെ കൂട്ടി പിടിച്ചടിയും. അപ്പൊ പാമ്പൊരു കടി കൊടുക്കും. അല്ലെങ്കിൽ അതുപോലെ തേളും പഴുതാരയും ഒക്കെ കടിച്ച് അങ്ങനെയൊക്കെ. അപ്പോൾ നിരന്തരം അവിടെ ഒരു ചികിത്സയ്ക്കായിട്ട് ആളുകൾ വരും. അപ്പൊ നമുക്കറിയുന്ന പച്ചമരുന്നിന്റെയൊക്കെ ചികിത്സയാണ്. അതെല്ലാം ചെയ്യും, അത് മാറും, അങ്ങനെ അങ്ങ് പോകും. അപ്പം അത് പിന്നീട് ഞാൻ അവിടെ നിന്നൊക്കെ പോകുന്നതിന് ശേഷമാണ് ഇതിന്റെയൊക്കെ വലിയ ഒരു ഇതിന്റെ വലിയ സംവാദങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിന്റെ ഒരു മോഡേൺ മെഡിസിന്റെയും ആയുർവേദത്തിന്റെയും നാട്ടുവൈദ്യത്തിന്റെയും ഒക്കെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ മുന്നോട്ട് വരുന്നതും. പിന്നെ മാത്രമല്ല അങ്ങനെ നമുക്ക് നേരിട്ട് ചികിത്സിക്കാനൊന്നും പറ്റുന്ന ഒരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണർ അല്ല എന്നുള്ള പ്രശ്നമൊക്കെ വരുന്നത് ഈ പുറത്ത് കിടന്ന് നമ്മൾ അതിനെപ്പറ്റി അറിയുമ്പോഴാണ്. അവിടെ വെച്ച് നമുക്ക് ഈ അത്തരം അറിവുകളില്ല. നമ്മൾ പാരമ്പര്യമായിട്ട് ഇത് ചെയ്യുന്നു, ആളുകൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്നു, അപ്പൊ മരിച്ചു പോകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അത് കൊച്ചുമകൾ പഠിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു, അന്നേരം അങ്ങനെ വരുന്നു, അങ്ങനെ ചെയ്യുന്നു. നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ പലപ്പോഴും ചെയ്തിരുന്നത്. അതിന് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പല ആളുകളും വന്നിട്ട് ഒന്ന് അറിയുന്ന വിദ്യയല്ലേ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴായിരുന്നു ചെയ്യുന്നത്. കാരണം ഞങ്ങള് 3 പെൺകുട്ടികളായിരുന്നു വീട്ടില്. അപ്പം വീട്ടിൽ നിർത്തി ചികിത്സിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മരുന്ന് അന്വേഷിച്ച് നടക്കുക, ഇതൊക്കെ അരച്ച് പുരട്ടി ഇതൊക്കെ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ നിർബന്ധം കൊണ്ടാണ് പലപ്പോഴും ചെയ്യേണ്ടി വന്നത്. നിവൃത്തികേട് കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പാവപ്പെട്ട മനുഷ്യരാണ്, അവർക്ക് ഒരു ആശുപത്രിയിലേക്കൊക്കെ പോകണമെങ്കിൽ കോതമംഗലത്തോ അല്ലെങ്കിൽ കോട്ടയത്തോ ഒക്കെ പോകണം. അപ്പോഴത്തേക്കും ആളുടെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ രംഗത്ത് കുറച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അത്തരം റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചികിത്സ എന്നൊക്കെ പറയുന്നത് പഴകിയ ചില കേസുകൾ, ചെറിയ ഈ കീടത്തിന്റെയൊക്കെയുള്ള തരത്തിലുള്ള ഷഡ്പദങ്ങൾ അങ്ങനെയൊക്കെയുള്ളതിന്റെയൊക്കെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അന്വേഷിച്ച് ചോദിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ മരുന്ന് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ ഉള്ളൂ ഇപ്പൊ. ഈ വിഷചികിത്സയിലാണല്ലോ PhD ചെയ്തതും അങ്ങനെ ഒരു വിഷയത്തിലാണ്. വിഷചികിത്സാ ഗ്രന്ഥങ്ങളുടെ വൈജ്ഞാനിക സാംസ്കാരിക വിശകലനം അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ പുതുതായിട്ട് കണ്ടെത്തിയ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കപ്പെടാതെ പോകുന്ന, അല്ലെങ്കിൽ അതിൽ വളരെ അധികം പിന്നെ വൈജ്ഞാനികമാണ് എന്ന് തോന്നിയ എന്തെങ്കിലും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ലേ? നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ എന്റെ കയ്യിൽ തന്നെ ഏതാണ്ട് 25ഓളം പുസ്തകങ്ങളുണ്ട്, പലയിടത്തു നിന്നായിട്ട് ശേഖരിച്ച് ആയിട്ട് എടുത്തിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അതിനകത്ത് പക്ഷെ കേരളത്തിന്റെ വിഷചികിത്സയിൽ കൂടുതലായിട്ടും ആളുകൾ ഉപയോഗിച്ചിരുന്നത് 2 പുസ്തകങ്ങളായിരുന്നു. ഒരു ജ്യോത്സനിക എന്ന് പറയുന്ന പുസ്തകവും അതേപോലെ പ്രയോഗ സമുച്ചയം എന്ന് പറയുന്ന പുസ്തകവും. കൂടുതൽ പേരും അതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷെ നാരായണീയം, ലക്ഷണാമൃതം തുടങ്ങിയത് അപൂർവമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കോടാശ്ശാരി മാർഗം എന്ന് പറയുന്ന ഒരു പുസ്തകം, അത് പിന്നീട് തിരുവനന്തപുരം ആയുർവേദ മെഡിക്കൽ കോളേജ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നീട് അതുപോലെ മാറ്റി എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട്. അത് ചിലയിടങ്ങളിൽ ആ പുസ്തകമായിരുന്നു ആധികാരിക ഗ്രന്ഥമായിട്ട് ചില ആളുകൾ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. പക്ഷെ അത് അങ്ങനെ അത്ര അറിയുമായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. വിഷചികിത്സ തന്ത്രം, വിഷചികിത്സ എന്ന് തന്നെ പറയുന്ന പലതരം പുസ്തകങ്ങളുണ്ട്. ഇതിൽ തന്നെ
നമ്മൾ അന്വേഷിച്ച് നമ്മൾ പഠനത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ആര്യ വിഷവൈദ്യവും ദ്രാവിഡ വിഷവൈദ്യവും ഉണ്ടായിരുന്നു. ഏതോ ഒരു ഘട്ടത്തിൽ ഇത് തമ്മിൽ കൂടിച്ചേരുകയാണ് ഉണ്ടായിരുന്നത് എന്ന് ഉള്ള രീതിയിൽ. കാരണം ആര്യ എന്ന് പറയുന്നത് ഒരു ത്രൈവർണിക പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു സവർണ അവർണ വിഭാഗത്തിന് വ്യത്യസ്തമായ ചികിത്സാ രീതികളായിരുന്നു എന്നും ആ ചികിത്സ വളരെ കൃത്യമായിട്ട് ഈ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. ഇതിന്റെ ലക്ഷണശാസ്ത്രം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ പറയുമ്പോഴും അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഠനത്തിലൂടെയാണ് നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എത്രയോ വർഷം ചികിത്സ ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ കൂടി എനിക്ക് വലിയ അത്ഭുതമായിരുന്നു ഇത്തരം ഒരു വേർതിരിവ് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഭാഷയുടെ കാര്യത്തിലും അല്ലെങ്കിൽ മന്ത്രങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പം ത്രൈവർണികരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം മന്ത്രങ്ങളാണെങ്കിൽ മറ്റതിനകത്ത് കരുത്തുകൾ എന്ന് പറയുന്ന ഈ പ്രാചീന മലയാളത്തില് അല്ലെങ്കിൽ തമിഴ് ചേർന്ന ഭാഷയിലൊക്കെ ഉണ്ടായിരുന്ന കരുത്തുകൾ എന്ന് പറയുന്ന തരത്തിലുള്ള മന്ത്രത്തിന്റെ വേറൊരു സംഗതിയാണ്. വേറൊരു തരത്തിലുള്ള ഇപ്പൊ ഓം ക്രീം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മന്ത്രം തുടങ്ങുന്നതെങ്കിൽ ഇതിലങ്ങനെയല്ല. വേറൊരു കഥ, ഒരു പുരാവൃത്തം പറഞ്ഞുകൊണ്ടാണ് കരുത്തുകൾ ഉണ്ടായിരുന്നത്. ഇതൊക്കെ വളരെ കൗതുകകരമായിട്ട് ഞാൻ വളരെ രസിച്ച് ആണ് ഒരു തരത്തിൽ റിസർച്ച് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ട്രാവലോഗ് എഴുതിയിട്ടുണ്ടല്ലോ, സിംഗപ്പൂർ മലയാളി പുരസ്കാരം കിട്ടിയിട്ടുള്ള അത് എവിടേക്കുള്ള യാത്രയായിരുന്നു? അത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള യാത്രയുടെയാണ്. പക്ഷേ ട്രാവലോഗ് രണ്ടെണ്ണമാണ് എഴുതിയിട്ടുള്ളത്. ഒന്ന് ചുവപ്പ് പട്ടയം തേടി എന്ന് പറഞ്ഞ വയനാട് മൊത്തത്തിലുള്ള ഒരു യാത്ര. പ്രത്യേകിച്ച് അത് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എടയ്ക്കൽ ഗുഹയാണ്. എടയ്ക്കൽ ഗുഹയുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലത്തെയാണ് ഈ ചുവപ്പ് പട്ടയം എന്നുള്ള ഒരു ഇത്. കാരണം ഞാന് രണ്ട് പുസ്തകങ്ങളാണ് അതിന് ശേഷം പറയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ പുസ്തകം ഈ സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ഇറ്റലിയൊക്കെ യാത്ര ചെയ്ത ആകാശഘട്ടം എന്ന് പറയുന്ന പുസ്തകമാണ് ഒരു യാത്രാ വിവരണം. അപ്പൊ ചുവപ്പ് പട്ടയം തേടി എന്നുള്ളത് ഒരു കൗതുകം വരുന്ന ഒരു കാരണം, ഞാനിങ്ങനെ കല്യാണം കഴിഞ്ഞ് വയനാട്ടിലെത്തുമ്പോ അവിടെയുള്ള ആളുകളോടൊക്കെ പറയുന്നുണ്ട്, വീട്ടുകാരൊക്കെ പറയുന്നുണ്ട്, ഇടുക്കി എന്ന് പറയുന്ന ഒരു മലയോര പ്രദേശത്ത്, ഇടുക്കിയിലെ ഒരു മലയോര പ്രദേശത്ത് വീടിന്റെ പുറകിൽ തന്നെ വലിയൊരു മലയുള്ള ഒരു പാറ ഉള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നതെന്നാണ് ഈ ബന്ധുക്കളൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന മനുഷ്യർ വന്നിട്ട് എന്നോട് ചോദിക്കും, പിന്നെ നിങ്ങൾക്ക് ചുവപ്പ് പട്ടയമാണോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, ഞങ്ങളുടെ വീട്ടിൽ വെള്ളപ്പട്ടയമാണ്, ഈ ചുവപ്പ് പട്ടയം എന്താണെന്ന് ചോദിക്കും. അപ്പൊ അന്ന് അവര് പറഞ്ഞതാണ്, ഇവിടെ എടയ്ക്കൽ കേവ് ഇരിക്കുന്ന ഗുഹ ഇരിക്കുന്ന പ്രദേശത്ത് ചുവപ്പ് പട്ടയമാണത്രേ. ആ ചുവപ്പ് പട്ടയം അവിടുത്തെ ഒരു ജാഗ്രതാ നിർദ്ദേശത്തോടു കൂടി കൊടുത്തിരിക്കുന്നതാണ്. അതിന്റെ അപകട സാധ്യതയെ പറ്റി വെച്ചിട്ട് കൊടുക്കുന്നതാണ് ഈ ചുവപ്പ് പട്ടയം എന്നാണ് അവർ പറഞ്ഞു തന്നത്. അപ്പോ ഇത് ഒരു 5-6 വർഷത്തോളം എന്നെ കാണുന്ന വയനാട്ടിൽ ഞാൻ ഇടുക്കിക്കാരിയാണ് എന്ന് അറിയുന്ന ആളുകളെല്ലാം എന്നോട് ഇത് ചോദിച്ചിട്ടുണ്ട്. ഈ സുൽത്താൻ ബത്തേരി മേഖലയിലുള്ള കുറെ മനുഷ്യർ ഇങ്ങനെ, കുറെ സ്ത്രീകൾ ഇങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഈ ചുവപ്പ് പട്ടയം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ചുവപ്പ് പട്ടയാണോ, നിങ്ങളുടെ വീടിന്റെ പിന്നിലൊക്കെ മലയാണെന്ന് കേട്ടു, പിന്നെ ഉരുളുപൊട്ടലും അതും ഇതും മഴക്കെടുതികളും ഒക്കെ ഉണ്ടാവുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്റെ വീടിന്റെ പരിസരം. അപ്പൊ അതുകൊണ്ട് അത്തരം ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് ചുവപ്പ് പട്ടയാണോ എന്ന്. അങ്ങനെയാണ് എനിക്കൊരു കൗതുകം തോന്നി, എന്താണ് ഈ ചുവപ്പ് പട്ടയം. അപ്പൊ ഞാനിങ്ങനെ അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും വില്ലേജും ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പരിചയമുള്ള ആളുകളോടൊക്കെ ഇവിടെ ഇങ്ങനെ ചുവപ്പ് പട്ടയമാണോ, അങ്ങനെ ഒരു പട്ടയം ഉണ്ടോ എന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് അങ്ങനെ ഒരു പട്ടയം ഇല്ല എന്നുള്ളതാണ്. അപ്പോ ഒരു കൗതുകത്തിന് അത് എങ്ങനെ വന്നു എന്നുള്ളത് പിന്നെ ഈ ആളുകളോട് തന്നെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഇവരൊക്കെ പറയുന്നത് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു, അവിടെ ഇടയ്ക്കലുള്ളവർക്ക് ചുവപ്പ് പട്ടയാണ് കൊടുക്കുന്നത്, ഞങ്ങൾ കണ്ടിട്ടില്ല, ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു കൗതുകത്തിൽ നിന്നാണ് പിന്നെ ആ ചുവപ്പ് പട്ടയം അന്വേഷിച്ചിട്ടുള്ള വയനാടൻ മേഖലയിലൂടെ നടന്നിട്ടുള്ള ഒരു ചരിത്രപരമായ പശ്ചാത്തലം, നരവംശശാസ്ത്രം, അവിടുത്തെ പ്രകൃതി, പരിസ്ഥിതി, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ചുവപ്പ് പട്ടയം തേടി എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത്. അതാണ് ഇപ്പം MG യൂണിവേഴ്സിറ്റിയിലെ സിലബസിലുള്ള പുസ്തകം. സിലബസിലുണ്ട് അല്ലേ? MG യൂണിവേഴ്സിറ്റി ഡിഗ്രിക്കാണോ? ഡിഗ്രി 1-ാം വർഷം. ഡിഗ്രി 1-ാം വർഷം. അതെ.
ഈ മറ്റേ സിംഗപ്പൂർ മലയാളി അസോസിയേഷന്റെ പുരസ്കാരം കിട്ടിയതും ഈ അത് പുസ്തകത്തിന് തന്നെ. അതൊരു ഒറ്റ അല്ല അതൊരു ഒറ്റ യാത്രാ വിവരണമാണ്. അത് ഓ മൂന്നാർ, മറയൂർ, വട്ടവട ഒക്കെ വരുന്ന ഒരു ഭാഗത്തിന്റെ യാത്രയാണ്. ഈ വട്ടവട ഈ അടുത്ത കാലത്താണോ അതോ വട്ടവട ദുരന്തത്തിന് മുൻപായിരിക്കും അല്ലേ? അല്ല അത് ഒരു അതെ അത് അതിന് മുന്നെയാണ്, ഒരുപാട് മുന്നെയാണ്. ഉം. ഈ സ്വിറ്റ്സർലൻഡിലേക്ക് ഐക്യരാഷ്ട്രസഭയുടെ ആ, ആ, സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഒന്ന് സംസാരിക്കാമോ? നമ്മുടെ ഒരു പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ആ, പ്രളയം 2018 ഒരു പ്രളയം, കേരളത്തിലെ പ്രളയം, തീവ്രമായ പ്രളയത്തെ അഭിമുഖീകരിച്ച സമയമായിരുന്നല്ലോ. അപ്പം ആ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്തവണത്തെ വേൾഡ് റീകൺസ്ട്രക്ഷൻ കോൺഫറൻസിലാണ് എല്ലാ രാജ്യങ്ങളിലും, മിക്കവാറും രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും ഈ പരിസ്ഥിതി ദുർബലമായിട്ടുള്ള, പ്രത്യേകിച്ച് ഉള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് അവിടെ വന്നിട്ട് എങ്ങനെയാണ് നമുക്കൊരു പുനർനിർമ്മാണം സാധ്യമാകുന്നതെന്ന് പല സെഷനുകളിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ അത്തവണ കേരളത്തിന് ഒരു അല്ലെ, ഇവിടുന്ന് കേരളം ഒരു കാര്യത്തെ അഭിമുഖീകരിക്കുകയും അതിനെ വളരെ വിജയകരം എന്നൊക്കെ പറയാമെന്നേ പറ്റുള്ളൂ, എങ്കിലും ഒരു പരിധി വരെ നമ്മൾ അതിനെ അതിജീവിച്ചു. ആ അതിജീവനത്തെ പറ്റി പറയുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഇവിടുത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ഗവൺമെന്റ് സപ്പോർട്ടിലുള്ള കുറെ ആളുകൾ അവിടെ പോയിരുന്നു, ഇതിനെ ആയിട്ട് പോയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അത് എന്നിലേക്ക് തേടി വന്നത് ഒരു പരിധി വരെ ആ ഗ്രൂപ്പിനുള്ളിൽ ഒറ്റ സ്ത്രീകൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ റീകൺസ്ട്രക്ഷൻ കോൺഫറൻസിന്റെ ഒരു പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് പരമാവധി സ്ത്രീകളെ ഉൾപ്പെടുത്തുക, ഈ സംസാരങ്ങളിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുക എന്നുള്ളത് കൂടിയായിരുന്നു. അപ്പം സ്ത്രീകളെ ഉൾപ്പെടുത്താത്തത് കൊണ്ട് നേരിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെയാണ് ഈ ഇവിടെ നിന്ന് എനിക്കൊരു ഇത് കിട്ടുന്നത്. വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഒരു മീഡിയയുടെ ഒരു സപ്പോർട്ടിലാണ് ഞാൻ പോകുന്നത്. ലോകത്തെ അതിമനോഹരമായ സ്ഥലങ്ങളിലൊന്നാണല്ലോ സ്വിറ്റ്സർലൻഡ്. അതെ അവിടുത്തെ അതെ അനുഭവം. അതെ അവിടെ എത്ര അത് ദിവസം ഉണ്ടായിരുന്നു? വലിയ 10 ദിവസം. അത് വളരെ നല്ല അനുഭവമാണ്. ഒരുപാട് തരത്തില് നമ്മളെ ഒന്ന് ഈ ഇത്തരം ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോഴും ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള പലതരം മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റുന്നു, പല മനുഷ്യരുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നു എന്നൊക്കെയുള്ളത് ഒരു വലിയൊരു കൗതുകമാണ്. ഒപ്പം വളരെ വൃത്തിയുള്ള തെരുവുകളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന പ്രദേശവും അങ്ങനെ പല ഒരു ഒരു പരിസ്ഥിതിയെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രദേശം, എന്നാൽ സൗന്ദര്യത്തിൽ വളരെ മനോഹരമായിട്ടിരിക്കുന്ന പ്രദേശം, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഇതുണ്ട്. പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നത് TN സീമ ടീച്ചറാണ്. അപ്പം ഞാനും ടീച്ചറും കൂടെ കൂടിയിട്ട് ഞങ്ങള് സാധാരണ അവിടുത്തെ ബസ്സിൽ കയറിയിട്ടൊക്കെയാണ് ഞങ്ങൾ ഈ കോൺഫറൻസ് നടക്കുന്നിടത്ത് പോയിരുന്നതും അവിടെയുള്ള പല യാത്രകളിൽ പോയതും ട്രെയിനിലും ബസ്സിലും ഒക്കെ കയറിയിട്ട് അബദ്ധങ്ങളോട് അബദ്ധങ്ങൾ പറ്റി സ്ഥലമൊക്കെ തിരിച്ചറിയാൻ വയ്യാതെ തെക്കോട്ട് പോകുന്നിടത്ത് വടക്കോട്ട് പോയി അങ്ങനെയൊക്കെ ചുറ്റിക്കളിച്ച് ടീച്ചർ ആകെ ടെൻഷൻ അടിക്കും. എനിക്ക് കൗതുകമായിരുന്നു, ഞാനും കൂടെ ടെൻഷൻ അടിച്ചാൽ പ്രശ്നമാവും എന്നറിയാം. അങ്ങനെയൊക്കെ ഞങ്ങളുടെ യാത്ര തന്നെ രസകരമായിരുന്നു. കാരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഗൈഡോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്വയം നടത്തിയ ഒരു യാത്ര എന്നുള്ള നിലയിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു യാത്രയായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല പിന്നീട് അതിന്റെ തുടർച്ചയായിട്ട് എന്തായാലും പോയതല്ലേ എന്ന് ഓർത്തുകൊണ്ടാണ് അവിടെ നിന്ന് ഫ്രാൻസിൽ പോകുന്നു, പാരീസ് കാണുന്നു, പിന്നെ അവിടെ നിന്ന് ഇറ്റലിക്ക് പോകുന്നു. റോമിൽ പോയ സമയത്ത് ടീച്ചറുടെ ഭർത്താവിന്റെ അച്ഛൻ മരിച്ചുകൊണ്ട് ടീച്ചർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അപ്പൊ ഞാൻ മാത്രമായി അവിടെ ഒറ്റയ്ക്കായി. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് ഇത് ടീച്ചർ എടുത്തോളാം പൈസയൊക്കെ ലാസ്റ്റ് നമുക്ക് കണക്ക് പറയാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ കയ്യിലാണെങ്കിൽ ആകെ 1-2 SBIയുടെ ഡെബിറ്റ് കാർഡും കുറച്ച് ഇന്ത്യൻ റുപ്പിയും മാത്രമേ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് മാത്രമായിരുന്നു ഞാൻ ഫ്രാങ്ക് മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇവരാണ് എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത്. അപ്പൊ അവസാനം ഇവിടെ വരുമ്പോൾ പൈസ കൊടുക്കായിരുന്നു. പക്ഷെ അവിടെ വെച്ചിട്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന 50 യൂറോ എന്റെ കയ്യിൽ തന്നിട്ട് ടീച്ചർക്ക് പോകേണ്ടി വന്നു. അവരുടെ കയ്യിൽ അത് ഉണ്ടായിരുന്നുള്ളൂ ക്യാഷായിട്ട്. എന്റെ കയ്യിലാണെങ്കിൽ വളരെ പരിമിതമായിട്ടുള്ള ഒരു ട്രാവൽ കാർഡിനകത്ത് പരിമിതമായിട്ടുള്ള ഡോളർ മാത്രമാണ് ഉള്ളത്.
അത് വെച്ചിട്ടാണ് ഞാൻ റോം, വത്തിക്കാൻ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. കണ്ടിട്ട് അവസാന ദിവസം തിരിച്ചു പോരാനായിട്ട് റോമിലെ എയർപോർട്ടിലേക്ക് പോകുമ്പം കാർ ഡ്രൈവർക്ക് ഉള്ള കയ്യിലുണ്ടായിരുന്ന പൈസ, അയാൾക്ക് 2 ദിവസത്തെ ട്രിപ്പിന്റെ പൈസ 225 യൂറോ കൊടുക്കാനായിട്ട് ഈ കയ്യിലുണ്ടായിരുന്ന പൈസയും പറയുന്ന ATM ന്ന് പോയിട്ട് എടുത്തും ഒക്കെ ഉള്ളത് 230 യൂറോ സന്തോഷത്തോടെ 5 യൂറോയും കൊടുത്ത് ഇയാളെ യാത്രയാക്കി വിട്ട് ഞാൻ ഈ ഇതിനകത്തേക്ക് ചെക്കിനായിട്ട് പോയപ്പോഴാണ് അറിയുന്നത് എൻ്റെ ബാഗേജിന് അഡീഷണൽ പൈസ വേണമെന്ന്. ഞാൻ ആകെ ഒന്ന് അമ്പരന്നു. എനിക്കറിയാം എൻ്റെ ട്രാവൽ കാർഡിൽ അധികം പൈസ ഇല്ല, എന്ത് ചെയ്യും എന്നുള്ളത്. എന്ത് വന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ഇത് സ്വൈപ്പ് ചെയ്ത് പിന്നടിക്കുന്ന സമയത്ത് ഒരൊറ്റ നിമിഷം എനിക്ക് മെസ്സേജ് വന്നത് $1.35 പൈസ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉള്ള ഒരവസ്ഥയിലേക്കാണ് ഞാൻ. എന്തോ ഭാഗ്യത്തിനാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഇപ്പോഴും ഓർക്കുമ്പോൾ. വേറെ എന്തെങ്കിലും മാർഗം തെളിയുമായിരിക്കും, പക്ഷെ എന്നാലും ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അന്ന് മുഴുവൻ പട്ടിണിയായിട്ട് നടക്കേണ്ടി വന്നു, കാരണം കയ്യിലൊന്നും ഇല്ല. ആകെ $4, 4 യൂറോയാണ് കയ്യിലുള്ളൂ. അതിനകത്ത് 3 യൂറോ പോയിട്ട് ഞാൻ എൻ്റെ ഡെബിറ്റ് കാർഡ് കൊടുത്തിട്ട് കാപ്പി ചോദിച്ചു. വെറും കാപ്പി മാത്രമാണ് ചോദിക്കുന്നത്. അതിന്റെ കൂടെ ഒരു ബിസ്ക്കറ്റോ ഒന്നും ചോദിക്കാൻ ധൈര്യമില്ല, കാരണം പൈസ ഇല്ലല്ലോ. കയ്യിൽ അത് വിനിമയം നടത്താൻ പറ്റില്ല. അപ്പൊ കാപ്പി ചോദിച്ചപ്പോ 3 യൂറോയാണെന്ന് പറഞ്ഞപ്പോ 4 യൂറോ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യമുണ്ട്. അപ്പൊ എന്നിട്ട് സ്വൈപ്പ് ചെയ്തു നമ്മുടെ സാധാ SBI ഡെബിറ്റ് കാർഡ്. അപ്പൊ ശരിയാവുന്നില്ല. അപ്പൊ 3 യൂറോയുടെ ചില്ലറ കൊടുത്ത് ബാക്കി 1 യൂറോ മാത്രം കയ്യിൽ വെച്ച് ആ കട്ടൻ കാപ്പിയും കുടിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ജനീവയിലേക്ക് എത്തിയിട്ട് അവിടെ ചെന്നപ്പോൾ പിന്നെ അവിടെ ഒരു പരിചയക്കാരനായിട്ടുണ്ടായിരുന്ന ആള് എയർപോർട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം ആണ് പിന്നെ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് വാങ്ങിത്തരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ ഫ്രാങ്കിന് പ്രശ്നമില്ല, എൻ്റെ കയ്യിൽ കുറച്ച് 10-20 ഫ്രാങ്ക് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ അതും കൊണ്ട് പിന്നെ ഞാൻ അതിന് ആഘോഷമായിട്ട് അവിടെ നിന്ന് കുക്കീസും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച് ഇതൊക്കെയാണ് തിരിച്ചു പോയിരുന്നത്. താഴെ ഇരിക്കുന്നവർക്ക് ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മളുടെ രണ്ടാമത്തെ അതിഥി എത്തിയിട്ടില്ല, അദ്ദേഹം കയറിയിട്ടില്ല. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം. മൈന ഉമൈബാനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവര് ഹാൻഡ് റൈസ് ചെയ്താൽ മതി, ഇൻവിറ്റേഷൻ തരാം. ശ്രീ ജോസ് പുന്നൂസ് ഉണ്ട് ഇവിടെ. ശ്രീമതി ജാനകി MT, ഞാൻ ഇൻവിറ്റേഷൻ തരുന്നുണ്ട്. പുതിയ അതിഥികളുണ്ട്. ശ്രീമതി റാണി, ശ്രീ PK പബ്ലിക്, അദ്ദേഹം ചോദിക്കാൻ ഇവിടെ ഉണ്ട്. ചോദിക്കാം, ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ചോദിക്കാം. പേരൊക്കെ ഇനീഷ്യൽസ് മാത്രമല്ലേ ഉള്ളൂ? എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഓക്കെ, ഞാൻ എറണാകുളമാണ്. PK എന്നുള്ളത് പബ്ലിക് നോളേജ് എന്നുള്ളൊരു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. പേരെന്താണ്? പേര് എന്താ വെച്ചാൽ പേര് ഇല്ല എന്നുള്ള രീതിയിൽ PK എന്നുള്ള ഇതിൽ തന്നെയാണ് ക്ലബ് ഹൗസിൽ അങ്ങനെ നിൽക്കുന്നത്. അതാണ്. എന്താ ചെയ്യുന്നത്? പരസ്യങ്ങളാണ് ചെയ്യുന്നത്. പരസ്യങ്ങളിൽ ക്രിയേറ്റീവായിട്ട് അതിൻ്റെ കണ്ടന്റ് റൈറ്റിങ്ങും പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിലും അങ്ങനെ പരസ്യ മേഖലയിലാണ്. ഓക്കെ, ശ്രീമതി മൈനയുടെ അടുത്ത് ചോദിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഇപ്പോൾ ക്ലീശ ചോദ്യമാണ്. ഈ റേസിസം പോലത്തെ സംഭവങ്ങൾ താങ്കൾ ലോകമേ തറവാട് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിപരമായിട്ട് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ റേസിസം പോലെയുള്ള സംഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും റേസിസം എന്ന് എനിക്ക് കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ പറ്റുമോ എന്ന് അറിയില്ല. മാറ്റി നിർത്തലുകൾ ചില സമയത്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട് നമ്മളത്. പിന്നെ അത്തരം ഇത് കേരളത്തിലാണെങ്കിലും നമ്മൾ പുറത്താണെങ്കിലും ഒക്കെ ഈ പറയുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴും ഒക്കെ നമുക്ക് ചില ഇടങ്ങളിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പോൾ അവരുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവർ പുറത്ത്
നമ്മളെ ഒന്നുകിൽ കൂടുതൽ പരിഗണിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവഗണിക്കുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ആ, പക്ഷെ എന്ന് വെച്ച് ഒരു അതിനെപ്പറ്റിയൊക്കെ ഒരു ബോധം ഉള്ളത് കൊണ്ടായിരിക്കണം എനിക്കത് വലിയ കാര്യമായിട്ട് എന്നെ അത്ര ബാധിച്ചിട്ടില്ല. ബാധിക്കുന്ന തരത്തിൽ എനിക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല. അതായത് ഇതിങ്ങനെയാണ് അങ്ങനെ എന്നറിയിച്ചുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ആ ആളുകളുടെ ഒരു ന്യൂനത കൊണ്ടാണെന്ന് താങ്കൾക്ക് അതെ തോന്നുന്നു. തീർച്ചയായിട്ടും അതെ അതെ അവർക്ക് അതിനെപ്പറ്റി ബോധമില്ല, അവരത് മനസ്സിലാക്കിയിട്ടില്ല, അവർക്ക് അങ്ങനത്തെ ഒരു സംസ്കാരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അവഗണിക്കുക, നമ്മളത് മൈൻഡ് ചെയ്യാതെ അത് പിന്നെ ആ ഭാഗത്തേക്ക് തിരിയാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആകെ പെട്ടുപോകും, നമ്മൾ മാനസികമായിട്ട് തകരും. അപ്പൊ അത്തരം ഒരു മാനസികമായിട്ട് തകരേണ്ട ആളുകളല്ല നമ്മൾ എന്നുള്ള ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഒരു എന്താ പറയാ ഒരു തിരിച്ചറിവില്ലാത്തതിന് നമ്മളെന്ത് പിഴച്ചു എന്നുള്ള മട്ടിലാണ് നിൽക്കാറ്, അത് എവിടെ നിന്നായാലും. ഓക്കെ, ഒരു കൾച്ചറൽ ഷോക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? കൾച്ചറൽ ഷോക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ മുമ്പ് ആദ്യമേ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ നമ്മൾ വിവാഹം കഴിഞ്ഞ് ഒരു ഇടുക്കിയിലെ ഒരു പറയുന്ന ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് മാറി മറ്റൊരു നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഷോക്ക് തന്നെയാണ്. ചില സമയത്ത് നമ്മൾക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല, പല പിന്നെ ഭാഷ കൊണ്ടോ അല്ലെങ്കിൽ സംസ്കാരം കൊണ്ടോ ഒക്കെ നമുക്ക് പലതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലൊക്കെ നമുക്ക് അന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പക്ഷെ അവിടെയും അതെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് കൂടി പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളായതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് മറികടക്കാൻ പറ്റിയിട്ടുണ്ട്, വലിയ പ്രശ്നമില്ലാതെയൊക്കെ മറികടക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ ഷോക്കിനകത്ത് വീണു പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്, ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. പലതരത്തിൽ പല ഇപ്പം ചിലപ്പോൾ സംസാരിക്കുന്നത് പോലും നമുക്ക് ഞെട്ടലുളവാക്കുന്ന തരത്തിലായിരിക്കും, പക്ഷെ അവര് വളരെ നിഷ്കളങ്കമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. നമ്മൾക്കത് വേറൊരു ദേശത്തുനിന്ന് ഇതുവരെ പരിചയമില്ലാത്തൊരു ദേശത്തുനിന്ന് വന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ചില സമയത്ത് ഫീൽ ചെയ്യുകയും പിന്നീട് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാകുമ്പോൾ ചിരിവരികയൊക്കെ ചെയ്തിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് ആദ്യകാലത്തൊക്കെ. എന്തെങ്കിലും ഒരു ഇപ്പൊ മനസ്സിൽ വരുന്ന എന്തെങ്കിലും ജസ്റ്റ് ഷെയർ ചെയ്യാമോ? തമാശയായിട്ട് പറയാവുന്ന ഒരു പെട്ടെന്ന് ഓർമ്മ വരുന്നത് വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ചെറിയൊരു ഉദാഹരണം. ഇപ്പം എൻ്റെ മദറിലോ ഒരു ദിവസം അടുത്തുള്ള വീട്ടിൽ ഉള്ള ഒരു ചേച്ചിയോട് പറയുകയാണ്, അപ്പം എനിക്ക് നല്ല ചുമയാണ്, അപ്പം പറയാണ് ഓക്ക് കൊരയാണ് എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം എൻ്റെ നാട്ടില് പട്ടി മാത്രമേ കുരയ്ക്കാറുള്ളൂ, മനുഷ്യൻ കുരയ്ക്കാറില്ല. ഇതെന്താ ഇങ്ങനെ പറയുന്നത്, എന്നെ പരിഹസിച്ച് പറയുവാണോ എന്ന് തോന്നി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ നാട്ടിലെല്ലാവരും ചുമക്ക് കൊരയാണെന്നാണ് പറയുന്നത്. അവര് ഭയങ്കര നിഷ്കളങ്കമായിട്ട് പറഞ്ഞതായിരുന്നു എന്നുള്ളത്. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിനകത്തുള്ള ആ നിഷ്കളങ്കത മനസ്സിലാവുമ്പോൾ ചിരി വരികയും നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതായിട്ട്. പക്ഷെ നമുക്ക് ആദ്യം അത് കേൾക്കുമ്പോൾ, നമ്മൾ ആദ്യം ഇടുക്കിയിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരാളെ സംബന്ധിച്ച് വയനാട് ചെന്ന് കഴിയുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് ഓക്ക് കൊരയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ ആദ്യം പറ്റിയിരുന്നില്ല. അതാണ് ഒരു ചെറിയ ഉദാഹരണമാണ് കേട്ടോ, ഇതുപോലെ കുറെ ഉദാഹരണങ്ങളുണ്ട്. അതെ, അതല്ല ഒരു സംഭവം. ഹലോ, ഹലോ. ചോദിക്കാം. ചോദിക്കണമെങ്കിൽ ചോദിക്കാട്ടോ ശ്രീ പി കെ. ഓക്കെ, അല്ല, എനിക്ക് ഞാനൊരു ചോദ്യം മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. ചോദിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു ഒരു കേട്ടോ, ഒരു അവസരം തന്നതില് മൈന, ഹേമജി, താങ്ക് യു. താങ്ക് യു. സന്തോഷം. വെൽക്കം വെൽക്കം. നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണും. ചിലർ അതിൻ്റെ സീനറി, അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെയാണ് പലപ്പോഴും ആസ്വദിക്കുക. ചിലർ ചരിത്രപരമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തും, ചിലർ മനുഷ്യരെ കാണാൻ ആഗ്രഹിക്കും.
മനുഷ്യരെ അവരുടെ പെരുമാറ്റങ്ങൾ, സംസാരം, വസ്ത്രധാരണം, ഭക്ഷണ രീതികൾ. എന്താണ് ശ്രീമതി മൈന ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ ശ്രദ്ധിക്കുക? ഞാന് അവരുടെ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ഈ പറയുന്ന പരിസരങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, അവരുടെ വസ്ത്രധാരണം ശ്രദ്ധിക്കാറുണ്ട്, അവരുടെ സംസാരം, അവരുടെ ഭക്ഷണം, അവരുടെ പക്ഷെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വെജിറ്റേറിയൻ ആണ് കേട്ടോ. പിന്നെ ഞാൻ നോൺ കഴിക്കാറില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ പുറത്തു പോയാൽ ഇതെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്യും. എനിക്ക് നല്ല പണി കിട്ടാറുമുണ്ട് ചിലയിടങ്ങളിൽ പോകുമ്പോൾ. കാരണം ഒരു വെജിറ്റേറിയന് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുമാണ്. യാത്രയിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് കിട്ടുന്നത് എന്തെങ്കിലും വളരെ ലൈറ്റ് ആയിട്ടൊക്കെ കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ കൊണ്ടുപോകേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പം ഭയങ്കര കൗതുകമായിട്ട് തോന്നുന്നത് ഇവരുടെ സംസാരം. നമുക്ക് ചിലപ്പോൾ ഭാഷയൊന്നും മനസ്സിലാവുകയേ ഇല്ല. പക്ഷെ ഇവരിങ്ങനെ സംസാരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ചില ആളുകൾ സംസാരിക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ കൗതുകത്തോടു കൂടി ശ്രദ്ധിക്കും. സത്യം പറഞ്ഞ ഒരു വായ്നോട്ടമാണോ എന്നുള്ളതുണ്ട് എന്നാൽ പോലും. പക്ഷെ അവരിത് എന്താണ് പറയുന്നത് നമുക്ക് ഹലോ. ഈ പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. മനസ്സിലാവുകയല്ല, നമുക്ക് തോന്നും ഇതെന്താണ് ഇവര് വിനിമയം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോ എന്നെ സംസാരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇപ്പൊ കൂടുതൽ ഹിന്ദിയിലും ഒക്കെ ഇപ്പൊ നോർത്തിലൊക്കെ പോകുമ്പോൾ അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. അവരുടെ മറ്റു പല കാര്യങ്ങളും അവര് പൊതുവെ എനിക്ക് ഈ ഗ്രാമപ്രദേശങ്ങളിലൂടെ അവരുടെ ഈ സംസ്കാരമൊക്കെ അറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് വലിയ ഇഷ്ടമുണ്ട്. സാധാരണഗതിയിൽ ഇപ്പം മലപ്പുറത്ത് അല്ലെങ്കിൽ ഇടുക്കി പോലുള്ള ഒരു യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം വികസനം പുറകിൽ നിന്ന് വരുന്ന ജില്ലകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകൾ യാത്രയ്ക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള പിന്തിരിപ്പൻ ചിന്തകൾ അവരെ പിന്തുടരാറുണ്ട്. അപ്പോൾ അത്തരം ചിന്തകൾ എപ്പോഴെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ യാഥാസ്ഥിതിക ബോധമുള്ള ആളുകൾ നമ്മളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇത് ഇത്തരം കാര്യങ്ങളിൽ രസകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നും സ്ത്രീകള് ഇപ്പം ഒരുപാടുണ്ട്. ഇപ്പൊ കുടുംബശ്രീ മറ്റു പല ഇതൊക്കെ ആയിട്ടൊക്കെ യാത്രയൊക്കെ ചെയ്യാറുണ്ട് കൂട്ടായിട്ട്. പൊതുവെ സ്ത്രീകൾ യാത്ര കുറവായിരുന്നല്ലോ. ഈ കൂട്ടായിട്ടുള്ള ചില തീർത്ഥയാത്രകൾ മാത്രമായിരുന്നു സ്ത്രീകൾ നടത്തിയിരുന്നത്. ഈ ഇപ്പം അത് ഏതു തരത്തിലുള്ള യാത്രകളാണെങ്കിലും ഈ ഒരു 10-15 വർഷം മുമ്പ് തീർത്ഥയാത്രയാണ് സ്ത്രീയെ സംബന്ധിച്ച് യാത്ര ഉണ്ടായിരുന്നത്. ശബരിമലയ്ക്ക് പോവുക, അല്ലെങ്കിൽ തിരുപ്പതിക്ക് പോവുക, പഴനിക്ക് പോവുക, അല്ലെങ്കിൽ ഏറി വന്നു കഴിഞ്ഞാൽ ഋഷികേശ്, കേദാർനാഥ്, ബദ്രീനാഥ് പോലെ അങ്ങനെ യാത്ര ചെയ്യുക. പിന്നെ കുറച്ച് പേര് ജെറുസലേം അല്ലെങ്കിൽ ഉംറ, ഹജ്ജ് അങ്ങനെയൊക്കെ പോവുക എന്നുള്ളതാണ്. അതിനപ്പുറം ഈ ഗുരുവായൂര് ഗുരുവായൂര് ഞാൻ കേരളം വിട്ടതാണ്. പിന്നെ ഇങ്ങനെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീയെ സംബന്ധിച്ചിട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് സ്ത്രീക്ക് യാത്രയില്ല. സ്ത്രീ സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യുന്നില്ല. സ്ത്രീക്ക് അങ്ങനത്തെ ഒരു ആവശ്യമുണ്ടോ? യാത്രയ്ക്ക് ഒരു ആവശ്യമുണ്ടോ? യാത്രയും കൊണ്ട് ഇപ്പൊ അവൾക്ക് എന്താണ് കിട്ടുന്നത്? അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ വീടിനടുത്തുണ്ടായിരുന്ന ഒരു നാണപ്പൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ ഇങ്ങനെ ഇടുക്കിയിൽ ഞാൻ വീട്ടിലായിരിക്കുന്ന സമയത്താ, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചേട്ടൻ ഇങ്ങനെ ഒരു യാത്ര ഇങ്ങനെ കൂടെ പുറപ്പെട്ടാല് അത്യാവശ്യം കാശി രാമേശ്വരം ഒക്കെ ചുറ്റിക്കറങ്ങിയിട്ടൊക്കെയാണ് തിരിച്ചു വരുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പല കഥകളും, പല നാട്ടിൽ പോയിട്ട് വന്നതിന്റെ കഥകളെല്ലാം ഇങ്ങനെ പറയും. വലിയ കൗതുകത്തോടു കൂടിയായിരുന്നു കേൾക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, അയ്യോ ഈ നാണപ്പൻചേട്ടന് ഇത്രയും യാത്ര ചെയ്യാൻ പറ്റുന്നു, പക്ഷെ ഈ പെണ്ണുങ്ങൾക്കൊന്നും ഇതുപോലെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് ഇതുപോലത്തെ അനുഭവം ഇല്ലല്ലോ. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരാളുടെ സഹായം ഇല്ലാതെ പറ്റില്ല. ആ സഹായം ഉണ്ടാവുമ്പോൾ അത് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും അങ്ങനെയുള്ള യാത്രയിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഒരു ചോദ്യം അങ്ങനെ ഉണ്ടായി അന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അത് ഇന്നും ഇപ്പം തന്നെ ചിലതൊക്കെ വിവാദമായിട്ടുണ്ടല്ലോ. ഒരു വിധവയായ സ്ത്രീ യാത്ര ചെയ്തതിന്റെ മണാലിയിലൊക്കെ പോയതിന്റെയൊക്കെ ഈ അടുത്ത കാലത്ത് ഭയങ്കര വിവാദം ഉണ്ടായിട്ടുണ്ട്. കാരണം മതപുരോഹിതന്മാർ അവരുടെ യാത്ര മോശമാണെന്നൊക്കെയുള്ള പറഞ്ഞ പരാമർശമൊക്കെ. അപ്പൊ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട്, ആനന്ദത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുക എന്നുള്ളതൊന്നും സ്ത്രീയെ സംബന്ധിച്ച്
ഈ അടുത്ത കാലത്ത് മാത്രം, അതും ചെറുപ്പക്കാരായ കുറച്ച് പേരൊക്കെയാണ് ഇപ്പോഴും ഇത്തരം ഒരു ആനന്ദത്തിന് അവരവരുടെ ഒരു ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഇന്നത്തെ കാലത്ത് സ്വാഭാവികമായിട്ടും അതൊരു പല സ്ത്രീകൾക്കും ഈ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഇടുക്കി പോലെയുള്ള പ്രദേശം. ഇടുക്കി എനിക്ക് തോന്നുന്നു കുറേം കൂടെ സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ ധീരയായ സ്ത്രീകളുള്ള നാടാണ് ഇടുക്കി. പക്ഷെ മലപ്പുറം നേരെ തിരിച്ചാണ്. ധീരത വളരെ കുറവുള്ള സ്ത്രീകള് ഉള്ള, ഇന്നും പുറത്തേക്ക് ഇറങ്ങാൻ അധികം ഇത് കുറവുള്ള ഒരു പ്രദേശമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പൊ അവരെ ഇപ്പൊ മാറ്റം സംബന്ധിച്ചൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ആ ഒരുപാട് മാറ്റം 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 വന്നിട്ടുണ്ട്. 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 ഒരുപാട് അത് മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം ഉം, വന്നിട്ടുണ്ട്. ഉം. അങ്ങനെ മാറ്റം വന്നിട്ടുള്ള ഇതാണ്. അപ്പം അവര് തീർച്ചയായിട്ടും യാത്രയ്ക്ക് പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ സ്ത്രീകളായതുകൊണ്ട് നമ്മൾ അടച്ചിട്ടിരിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഒരുപാട് ആനന്ദത്തിൻ്റെതായ ഒരുപാട് വഴികളുണ്ട്. നമ്മൾ ആ വഴികളിലൂടെ നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തി നമ്മൾ ഈ പറയുന്ന ഇപ്പൊ രാസലഹരി മറ്റുള്ള പല ഇതുണ്ടല്ലോ, അതിനേക്കാളൊക്കെ എത്രയോ ഭേദമല്ലേ യാത്ര അതെ പോലെയുള്ള ഇതുപോലുള്ള കൂട്ടായ്മകളിലൂടെയൊക്കെ കിട്ടുന്ന ലഹരി ഉണ്ടാക്കുന്നത്. അതെ അതെ. മാത്രമല്ല നമ്മള് ലോകം കാണുമ്പോൾ നമ്മളുടെ മനസ്സ് വിശാലമാവുകയാണല്ലോ. അതെ മറ്റുള്ളവരുടെ ജീവിതം, അവരുടെ സാഹചര്യങ്ങള്, അവരുടെ അനുഭവങ്ങളൊക്കെ നമ്മളും പങ്കുവെക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സാംസ്കാരികമായിട്ടുള്ള ഒരു വിനിമയം മാത്രമല്ല നടക്കുന്നത്. നമ്മളുടെ അതെ അതെ മനസ്സിന്റെ ഒരു പിന്നെ വാതായനങ്ങള് തുറന്നിടുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടല്ലോ. അതെ യാത്ര അതെ അതെ. പലപ്പോഴും നമ്മളെ കൂടുതൽ പ്രബുദ്ധരാക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഇവിടെ ചോദ്യം അതെ ചോദിക്കാൻ ശ്രീ ജോസ് പുന്നൂസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ മൈക്ക് മ്യൂട്ടാണ്. ചോദിക്കാം. ഹലോ ശ്രീ ജോസ് പുന്നൂസ്, നമ്മൾ യാത്ര ചോദിക്കാം. ചെയ്യുമ്പോഴത്തേക്ക് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും കുറച്ച് നാട്ടിൽ നിന്ന് അധികം ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, പരിചയമില്ലാത്തവരും ഭാഷ മാറിയുള്ളവരും ഒക്കെ ആകുമ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യം മനസ്സിൽ തോന്നാറുണ്ട്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഫീൽ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാനത് ആദ്യത്തെ ഇതിന് തൊട്ട് മുമ്പത്തെ സ്ത്രീകളോടുള്ളതിനുള്ള ഒരു മറുപടി കൂടി പറയാൻ വിചാരിച്ചതായിരുന്നു, വിട്ടുപോയതും കൂടിയാണ്. കാരണം പൊതുവെ പറയാറുണ്ട്, ഈ സ്ത്രീകളുടെ യാത്രയിലൊക്കെ പറയുന്നത് ഭയങ്കര അപകടമാണ്, ചുറ്റുമുള്ള പുരുഷന്മാർ മുഴുവൻ കുഴപ്പക്കാരാണെന്നാണല്ലോ പറയുന്നത്. സത്യത്തിൽ എന്നെ സംബന്ധിച്ച് നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത സമയങ്ങളുണ്ട്. ചിലപ്പോൾ ഒക്കെ നമുക്ക് കേരളത്തിൽ തന്നെ പല ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് തന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ചിലപ്പോൾ രാത്രിയിലൊക്കെ മടങ്ങി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ എനിക്ക് എൻ്റെ സഹയാത്രികരിൽ നിന്നും ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ കോഴിക്കോട് താമസിക്കുമ്പോഴും തിരുവനന്തപുരത്ത് താമസിക്കുമ്പോഴും നിലമ്പൂർ താമസിക്കുമ്പോഴും ഒക്കെ റെയിൽവേ സ്റ്റേഷനിലും മറ്റുമൊക്കെ വന്നിറങ്ങിയിട്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടും ഒക്കെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് 12 മണിക്കും 1 മണിക്കും ഒക്കെ വരുന്ന സമയത്തും ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. എപ്പോഴും ഒരു ന്യൂനപക്ഷം മാത്രമാണ് പ്രശ്നക്കാര്. അവരെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ വലിയ ആനന്ദത്തെ നമ്മൾ എന്തിനാണ് ഇല്ലാതാക്കുന്നത് എന്നുള്ളതാണ്. വളരെ അപൂർവം പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്നുള്ളതും സത്യമാണ്. പക്ഷെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതോടുകൂടി നമ്മൾ അതിനെ അറിയാൻ തുടങ്ങുന്നതോടുകൂടി വലിയ സ്വാതന്ത്ര്യത്തിന്റെ ലോകം കൂടിയാണ് നമുക്ക് തുറന്നു കിട്ടുന്നത്. നമ്മുടെ മനസ്സ് വിശാലമാവുന്നു. നമുക്ക് ഭാഷ അറിയില്ലായിരിക്കും, അവിടുത്തെ ദേശത്തെ പറ്റി ഒന്നും അറിയില്ലായിരിക്കും. പക്ഷെ എന്തു തന്നെ ആയാലും നമ്മൾ എവിടെയോ പാറി പറന്ന് നിൽക്കുന്നതായിട്ട്, നമ്മൾ ഇവിടെയേ അല്ല, ഭൂമിയിലേ അല്ല എന്നുള്ള ഒരു വിചാരത്തിലേക്ക് ചെന്ന് ചാടുന്നതായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. ശരിയാണ്. നമ്മൾക്ക് കൂടുതൽ അനുഭവങ്ങൾ ആണ് ഓരോ യാത്രയും സമ്മാനിക്കുന്നത്. ഇവിടെ പങ്കെടുത്ത, ഇതിനു മുൻപ് ഒരു എപ്പിസോഡിൽ പങ്കെടുത്ത ലെസ്ലി, അവര് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പണമില്ലാതെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ എളിമയുള്ളവരാവും. മറ്റുള്ളവരോട് നമ്മൾ ചോദിച്ച് വാങ്ങി ചിലപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. യാത്ര ചെയ്യാൻ പണമില്ലാതെ പിന്നെ വാഹനങ്ങളിൽ കയറി പോവേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു തയ്യാറെടുപ്പും ഇല്ലാത്ത യാത്രകൾ അവർ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. പെട്ടെന്ന് രാജസ്ഥാനിൽ പോകണം എന്ന് തോന്നുമ്പോൾ രാജസ്ഥാനിലേക്ക് പോവുകയാണ്. പക്ഷെ പണം കയ്യിലുണ്ടാവില്ല. യാത്ര ചെയ്യാനോ താമസിക്കാനോ ഭക്ഷണത്തിന് പോലുമോ ഉള്ള പണം കരുതിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള യാത്രകളും ചെയ്യുന്ന
സ്ത്രീകൾ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയ ഒരു അറിവാണ്. ഇപ്പോൾ ശ്രീമതി മൈന പറഞ്ഞല്ലോ, അവിടെ എന്താണ് വിദേശയാത്ര ചെയ്യുമ്പോൾ കയ്യിൽ പണമൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടി ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതെ. പക്ഷേ ഇവിടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അകത്ത് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം വാങ്ങിത്തരാൻ തയ്യാറാവുന്ന ആളുകൾ പോലും ഉണ്ട് എന്നാണ് ലെസ്ലിയുടെ യാത്രാനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്തരം സാഹചര്യങ്ങളൊന്നും അവിടെ ഉണ്ടായതായിട്ട് അറിയില്ല അല്ലേ? ഇല്ല, എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളില്ല. പിന്നെ പൊതുവെ യാത്രയിൽ കുറച്ചും കൂടിയൊക്കെ നമ്മള് സുരക്ഷിതർ എന്ന് പറയാൻ പറ്റില്ല. ഈ പറയുന്ന പോലെ അത്യാവശ്യത്തിനുള്ള പണവും ഒക്കെ ആയിട്ടാണ് ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ഇവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യത്തിനുള്ള നമ്മുടെ കയ്യില് ബാങ്ക് അക്കൗണ്ടിലെങ്കിലും നമ്മൾ ഈ പറയുന്ന റുപ്പി എന്ന് പറയുന്ന സാധനം ഉണ്ടാവുമല്ലോ. പക്ഷെ വിദേശത്ത് പോകുമ്പോഴാണ് നമ്മൾക്ക് ഈ അവിചാരിതമായ ഒരു സാഹചര്യത്തിൽ ആണ് അവിടെ നമ്മുടെ ഇന്ത്യൻ റുപ്പി മാത്രം കയ്യിലുള്ളടുത്ത് വെച്ചിട്ട് എയർപോർട്ടിൽ പോയിട്ട് ഇന്ത്യൻ റുപ്പി കൊടുത്ത് ചായ കുടിക്കാന്ന് വെച്ചാൽ ഒരാളും അവിടെ തരുന്നു തോന്നുന്നില്ല. അപ്പൊ നമ്മള് മാനം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കാനേ വഴിയുള്ളൂ. അപ്പം ആ സാഹചര്യം എല്ലാം. പക്ഷെ ഒരു പക്ഷേ നമ്മൾക്ക് ഒരു അഭിമാനം ഒക്കെ അങ്ങോട്ട് കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആരും കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വേണമെങ്കിൽ ആരോടെങ്കിലും ഒരു ചായ വാങ്ങി തരുമെന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ ഭാഷ വലിയ പ്രശ്നമാണ്. കാരണം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഹിന്ദിയോ അല്ലെങ്കിൽ വേറെ തമിഴോ ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ പോയി കഴിയുമ്പോ അവിടെ ചെല്ലുന്നവരെ ഇംഗ്ലീഷ് എല്ലായിടത്തും പറ്റുന്നതാണ് വിചാരിച്ചത്. ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇംഗ്ലീഷ് പറയുന്നവരെ ചിലപ്പോൾ അവർ ഓടിച്ചിട്ട് തല്ലും എന്നുള്ളത് മനസ്സിലായത്. കാരണം പണ്ടത്തെ ഈ കോളനി വാഴ്ചയുടെ പ്രശ്നങ്ങൾ കാരണം ചില ആളുകൾക്ക് ഈ പറയുന്ന പോലെ ഭയങ്കരമായ ദേഷ്യമാണ് ഇംഗ്ലീഷ് പറയുന്നവരോട് തന്നെ. ഇംഗ്ലീഷുകാരല്ല എന്നുള്ളവരോട് അവർക്ക് കുഴപ്പമില്ല, പക്ഷെ എങ്കിലും പൊതുവെ ഇല്ല. അപ്പൊ ഇറ്റലി ചെന്നാൽ അവർ ഇറ്റാലിയൻ ആണ് സംസാരിക്കുന്നത്. നമുക്ക് ഇറ്റാലിയന്റെ ഒരു പദം പോലും അറിയില്ല. അപ്പം ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ, നമ്മുടെ സ്ലാങ് മനസ്സിലാവോ എന്നൊക്കെയുള്ള ഒരു പല പല ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇന്ന് വൈകുന്നേരം വരെയല്ലേ, സാരമില്ല അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ കൂടുതൽ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് വരാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെ നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിൽ അന്നേരം തരണം ചെയ്യുമായിരിക്കും. വേറെ ഏതെങ്കിലും മലയാളികളെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമായിരുന്നിരിക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അന്ന് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല. അന്ന് ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. അതാണ്. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം, അതുപോലെ അവിടെ കണ്ടെത്തുന്ന ആളുകൾ പേര് സഹിതം എഴുതി വെക്കുന്ന സ്വഭാവമുള്ള ആളുകളുണ്ട്. അത് പിന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചില സംഗതികളാണെങ്കിൽ അത് ഡേറ്റ് സഹിതം എഴുതി വെക്കും. അങ്ങനെയുള്ള ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാനൊന്നും അങ്ങനെ എഴുതി വെക്കാറില്ല. കണ്ടമാനം ഫോട്ടോ എടുക്കാറില്ല. പോകുന്ന വഴിയിലൂടെ ഫോട്ടോ എടുക്കുക, കൂടുതൽ നേരം വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക, ഇതിനൊന്നുമായിട്ട് ചെയ്യില്ല. നമ്മൾ ആ അന്നേരം ഉള്ളത് അന്നേരം അത് മുഴുവൻ മനസ്സിലേക്ക് പകർത്തുക എന്നാണ് എനിക്ക് തോന്നാറ്. കാരണം ഈ മൊബൈൽ പോലും നമുക്ക് അന്നേരം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു കാഴ്ചയായിരിക്കും നമ്മൾ ഈ മൊബൈലിലേക്ക് നോക്കി ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമാണ് വീഡിയോ എടുക്കാനും അതേപോലെ ഫോട്ടോ എടുക്കാനും ഒക്കെ ചെയ്യാറ്. പലപ്പോഴും പിന്നീട് ഈ യാത്രയെ വെച്ച് എന്തെങ്കിലും എഴുതുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ്സ് വേണമെന്ന് പറയുമ്പോഴാണ് ഞാൻ ബുദ്ധിമുട്ടി പോകാറ് ചില സമയത്ത്. അത്രയും നല്ല ഒരു ഫോട്ടോയൊന്നും ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കില്ല. പക്ഷെ ആ സ്ഥലം അതിനേക്കാൾ മനോഹരമായിട്ട് മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ഉള്ളിന്റെ ഉള്ളില് അത് നമ്മൾ ഉള്ളിലേക്ക് അങ്ങോട്ട് ആവാഹിച്ചെടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നാറ്. കൂട്ടായിട്ടുള്ള യാത്രയല്ല കേട്ടോ പറയുന്നത്. ഇത് ഒക്കെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള യാത്രകളെ പറ്റിയാണ്. കൂട്ടായ യാത്രയിൽ പിന്നെ നമ്മൾ കുറേം കൂടെ വിനോദത്തിനാണ് കൂട്ടുചേർന്നിരിക്കണം. ചിലപ്പം പുറത്തുള്ള കാഴ്ചകൾ പോലും നമ്മൾ കാണില്ല. ഇപ്പം വെറുതെ പാട്ടും പാടി ഡാൻസും കളിച്ചിട്ടൊക്കെ പോകുന്ന ഇതായിരിക്കും ഉണ്ടാവുന്നത്. ഹലോ ഹലോ
ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ഇവിടെ 2-3 പേരെ കാണുന്നുണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ, സംസാരിക്കും. മൈന ചേച്ചി നമസ്കാരം. ആ നമസ്കാരം. ഞാൻ മൈന ചേച്ചിന്ന് വിളിക്കാലോ, കുഴപ്പമില്ലല്ലോ അല്ലേ മാഡം? തീർച്ചയായും. താങ്ക് യു. ഞാൻ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഓൾമോസ്റ്റ് ആണ് ചേച്ചി എഴുതി തുടങ്ങിയതെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് മാതൃഭൂമിയുടെ ആർട്ടിക്കിളിലോ ഓൺലൈനിലോ അങ്ങനെ എവിടെയാണ് ഞാൻ വായിച്ച ഓർമ്മ. റെഗുലറായിട്ട് എഴുതിക്കൊണ്ടിരുന്നില്ലേ? ഓൺലൈനിൽ എഴുതിക്കൊണ്ടിരുന്നില്ലേ? അതെ. ഓൺലൈനിലും എഴുതിയിരുന്നു, വീക്കിലിയിലും എഴുതിയിരുന്നു. ഓക്കെ. അപ്പൊ ഓൺലൈനിൽ എഴുതിയ സമയത്തുള്ള എൻ്റെ ഒരു ഓർമ്മ ഒരു ഉമ്മയെ കുറിച്ച് പറയണ്ടായിരുന്നു. എന്തോ ഒരു കൊടിക്കുന്നത്തുമ്മയോ അങ്ങനെ എന്തോ ഒരു ഉമ്മ. എന്താണെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. പേര് തെറ്റിപ്പോയിട്ടെങ്കിൽ ക്ഷമിക്കണം. ആ ഉമ്മയാണ് ചേച്ചിയെ ഇങ്ങനെ ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അടുപ്പിച്ചതെന്നൊക്കെ എഴുതിയ മാതിരിയുള്ള ഒരു അത് പേര് മാറിപ്പോയതായിരിക്കാം. മുറുക്കുന്നത്ത എന്നുള്ള ഇതായിരിക്കും. മുറുക്കുന്നത്ത എന്ന് പറഞ്ഞാല് എന്റെ ഗ്രാൻഡ് ഫാദർ ആണ്. അച്ഛൻ ഗ്രാൻഡ് ഫാദർ ആണല്ലേ? ഓക്കെ. അവരെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒന്ന് പറയാമോ? എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുറുക്കുന്നത്ത. അപ്പൊ അദ്ദേഹത്തെ മുറുക്കുന്ന ആളായിരുന്നോണ്ട് തിരിച്ചറിയാൻ വേണ്ടി രണ്ടുപേരെയും തമ്മിൽ അച്ഛന്റെ അച്ഛനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരാൾ മുറുക്കുന്നുണ്ട്, മുറുക്കുന്നത്ത. ഹലോ, കേൾക്കുന്നുണ്ടോ? മുറിഞ്ഞുപോയി. ഓക്കെ. മുറുക്കുന്നത്താന്നാണ് എന്റെ ഗ്രാൻഡ് ഫാദറിനെയായിരുന്നു വിളിച്ചിരുന്നത്. ഫാദറിന്റെ അച്ഛന്റെ അച്ഛനാണ്. അപ്പൊ ഞങ്ങളെ അച്ഛനെ അത്ത എന്നും അച്ഛന്റെ അച്ഛനെയും അത്ത എന്ന് തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. പക്ഷെ ഈ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് അത്ത ഉണ്ടോന്ന് ചോദിക്കുമ്പോ ഇവരെ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ അപ്പൂപ്പനെ മുറുക്കുന്ന ആളായിരുന്നുകൊണ്ട് മുറുക്കുന്നത്താൻ മറ്റുള്ളവരോട് പറഞ്ഞിരുന്നതാണ്. അപ്പൊ അതാണ് ഞാൻ പലയിടത്തും എഴുതിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും എന്നെ ഒരു വ്യക്തിത്വത്തിനുടമയുള്ള ഒരു വ്യക്തിത്വമുള്ള ആളായിട്ട് വളർത്തിയതിന്റെ പിന്നിൽ പ്രധാനമായിട്ടുള്ള ഒരു കൈ ഉള്ളത് ഈ പറയുന്ന മുറുക്കുന്നത്ത എന്ന് പറയുന്ന എന്റെ അപ്പൂപ്പനാണ്. കാരണം അദ്ദേഹം ആണ് എന്നെ സസ്യങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുകയും ഔഷധ സസ്യങ്ങളെയൊക്കെ തിരിച്ചറിയാനായിട്ടൊക്കെ പഠിപ്പിക്കുകയും അതേപോലെ വിഷവൈദ്യം എനിക്ക് പകർന്നു തരികയും ഒക്കെ ചെയ്തത്. മാത്രമല്ല അവരുടെ കുടുംബത്തിലെ ആദ്യത്തെ പെൺകുട്ടിയായിരുന്നു ഞാൻ. അതുകൊണ്ട് എന്നെ ഒരുപാട് ലാളിച്ചാണ് അവർ വളർത്തിയിരുന്നത്. അപ്പൊ എവിടെ പോകുമ്പോഴും കൂടെ കൊണ്ടുപോകുന്നു. എവിടെ പോകുമ്പോഴെന്ന് നമ്മൾ യാത്രയെ പറ്റി സംസാരിക്കുന്ന ഒരു ഇടാണ്. അപ്പം വേറെ പുറത്തേക്കൊന്നും അല്ല, ഒരുപാട് ഇടത്തേക്കല്ല. ഈ എന്താ പറയാ, മീൻ പിടിക്കാനായിട്ട് തോട്ടയിടാനായിട്ട് പോകുമായിരുന്നു. അത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ, കടയിൽ പോകുമ്പോൾ, പിന്നെ പറമ്പില് കൃഷി ചെയ്യുന്നിടത്തേക്ക് പോകുമ്പോൾ, കശുവണ്ടി പറിക്കാൻ പോകുമ്പോൾ, ഇങ്ങനെ പറയുന്ന എന്ത് കാര്യത്തിന് പോകുമ്പോഴും കൂടെ കൊണ്ടുപോവുകയും എന്നോട് ഒരുപാട് കഥകൾ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഒരു വ്യക്തിയായിട്ട് വളർത്തിയെടുത്തതിന്റെ പ്രധാന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു പ്രേരക ശക്തിയായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം. അതാണ് റിജേഷ് ഓർമ്മിച്ചതെന്ന് തോന്നുന്നു. അതെ, മുറിക്കുന്നത്ത. അതെ, ആ പേര് എന്റെ മനസ്സിൽ ഒരുപാട് കാലം എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു പേരാണ്. സന്തോഷം. അത് ചേച്ചിയുടെ എഴുത്ത് എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിലേക്ക് തറച്ചു കയറുന്ന മാതിരിയുള്ള എഴുത്തുമാണ്.
അതുകൊണ്ട് നമുക്ക് ആ ജീവിതം അവിടെ കാണുന്ന രീതിയിൽ എഴുത്തുമായിരുന്നു ആ സമയത്തൊക്കെ. ഞാൻ ഓൺലൈനിൽ വായിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് എനിക്ക് റെഗുലറായിട്ട് വായിക്കാൻ പറ്റിയില്ല. സന്തോഷം, ഒരുപാട് വളരെ സന്തോഷം, നന്നായിരുന്നു. ഒരുപാട് സന്തോഷം. അത് ഓർക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇപ്പോഴും ഓർക്കുന്നു, ഒരു 10, 15, 20 വർഷം ഒക്കെ ഇടയ്ക്ക് എഴുതിയതൊക്കെ ഓർക്കുന്നു എന്ന് അതെ പറയുന്നത് വലിയ സന്തോഷമാണല്ലോ. അതെ, താങ്ക് യു. ഹലോ, കേൾക്കാമോ? ആ, കേൾക്കാം കേൾക്കാം കേൾക്കാം. ഓക്കെ ഓക്കെ. ഹലോ, ഹലോ, ആ, ഹലോ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ശ്രീ ആഷിഖ് ഇവിടെ ചോദിക്കാനുണ്ട്. ശ്രീ ആഷിഖ്. അൺമ്യൂട്ട് ആ ചെയ്തു. ഞാന് ഹേമ സിസ്റ്റർ, ഞാൻ 1.5 മാസത്തോളം കേരളത്തിൽ അവധിയിലായിരുന്നു. അതാണ് ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞത്. ഓക്കെ. വന്നിരുന്നില്ല. എന്തായാലും അതെ അതെ, റീപ്ലേ കേൾക്കാം. കാണാം. അതെ അതെ. അപ്പൊ എന്തായാലും കാരണം സമയം കിട്ടി. ഞാൻ മൈന മൊയ്‌വാന്റെ എഴുത്തുകൾ മാതൃഭൂമിയിൽ എനിക്ക് തോന്നുന്നു 10-25 വർഷം മുമ്പ് തന്നെ വായിച്ചിരുന്നു. പലതൊക്കെ എന്റെ ആർക്കൈവ്സിലുണ്ട്. ഇറ്റലിയിൽ പോയി എന്നുള്ള പറഞ്ഞത് ഞാൻ ഇപ്പോഴാണ് കേട്ടത്. അപ്പൊ ഇറ്റലിയിൽ മലയാളി വോളിബോൾ താരം ജിമ്മി ജോർജിന്റെ പേരിൽ ഒരു സ്റ്റേഡിയം ഉണ്ട്. അദ്ദേഹം അപകടത്തിലാണ് അവിടെ മരിച്ചത്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്റ്റേഡിയം അവര് നാമകരണം ചെയ്ത് അവിടെ ഉള്ളതായിട്ടാണ് എന്റെ അറിവ്. ഇതുവരെ ഇറ്റലിയിൽ യാത്ര പോയ മലയാളികൾ ആരും അതിനെക്കുറിച്ച് അവിടെ ചെന്നതോ അതിന്റെ ഫോട്ടോനെ കുറിച്ച് ആരും എഴുതി കണ്ടില്ല. അത് ഞാൻ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. എന്റെ ചോദ്യം, ഇപ്പൊ നമുക്ക് യാത്രകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞാൻ വിശദീകരിക്കണ്ടല്ലേ, നമുക്കൊക്കെ അറിയാം. പക്ഷെ ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഈ റിസോർട്ട് ഹോട്ടൽ ലോബികൾ യാത്രയുടെ സ്പിരിറ്റ് അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവര് ഹോട്ടലിലെ റിസോർട്ടിലെ സുഖ സൗകര്യങ്ങൾ, ഭക്ഷണം, മറ്റു കാര്യങ്ങൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അവിടെ പോയാൽ നമുക്ക് കിട്ടുള്ളൂ. അതിലേക്ക് മാത്രം യാത്രകളെ ചുരുക്കി യാത്ര ഉദ്ദേശ ലക്ഷ്യങ്ങളെ നമ്മളുടെ പലരെയും ഹൈജാക്ക് ചെയ്തുകൊണ്ട് ആ രൂപത്തിലേക്ക് ചുരുക്കി പരിമിതപ്പെടുത്തി അങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടോ? അതോ എത്രത്തോളം അവരതിൽ വിജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളതിൽ വംശോധരായിട്ട് പോയിട്ടുണ്ടോ? യാത്രകളുടെ മറ്റു കാര്യങ്ങൾ ലക്ഷ്യം കാണാതെ പോകായിട്ട് അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞു, ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. യാത്ര എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ വിനോദയാത്രയാണ് കാണുന്നത്. ഇന്നും കൂടുതൽ ആളുകൾ വിനോദയാത്രയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. 1-2 ദിവസം ഏതെങ്കിലും റിസോർട്ടിലോ മറ്റോ പോവുക, അടിച്ചു പൊളിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, തിരിച്ചു വരിക, കുറച്ച് നീന്തുക, ഇങ്ങനെയൊക്കെ തിരിച്ചു വരിക എന്നുള്ളതാണ് പല ആളുകളും കാണുന്നത്. അപ്പോൾ അത്തരം യാത്രകൾ നമുക്ക് യാത്ര എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രയാസമാണ്. അതൊരു യാത്രയാണ്. നമുക്കൊരു ആനന്ദാനുഭൂതി കിട്ടുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനപ്പുറം നമ്മൾ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റു പല കാര്യങ്ങളുണ്ടല്ലോ. മറ്റൊരു ദേശത്തെ അറിയുക, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ഭൂപ്രകൃതി, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ, അവിടുത്തെ അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. മനുഷ്യരുടെ രീതി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, ഭക്ഷണം തുടങ്ങിയ ഇത്തരം കാര്യങ്ങളെയൊന്നും നമുക്ക് അതുകൊണ്ട് അറിയില്ല. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പിന്നെ ഒരു പഞ്ചാബിലോ മറ്റോ പോവുകയാണെന്ന് കരുതുക. അവിടെ പോയി ഒരു റിസോർട്ടിൽ പോയി 4 ദിവസം താമസിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചാബിനെ അറിയില്ല. പഞ്ചാബ് എന്ന് പറയുന്ന ദേശത്ത് നമ്മൾ കാല് കുത്തിയിട്ടുണ്ടാവാം, പക്ഷെ നമ്മൾ പഞ്ചാബിനെ അറിയുന്നില്ല. അപ്പം ഇന്ന് കൂടുതലായിട്ടും ഇതൊരു വ്യവസായമായിട്ട്, ഒരു വിനോദ സഞ്ചാര വ്യവസായമായിട്ടാണ് മാറുന്നത്. നമുക്ക് ഇതല്ലാതെ ഒറ്റപ്പെട്ട വേറെ തരത്തിലുള്ള, നമ്മൾ ബസ് കയറിയോ ട്രെയിൻ കയറിയോ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ 1-2 പേരോ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 പേരൊക്കെ ആയിട്ട് മാത്രം പോകുന്ന യാത്രകളാണ് ഒരു പക്ഷേ കുറേയും കൂടി നമുക്ക് ഇത്തരം കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ, അത് അങ്ങനെ മനസ്സിലാക്കണമെന്ന് വിചാരിച്ച് പോകുന്ന ആളുകളും ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെ നമുക്ക് ഇതിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകളും കുറവായിരിക്കും. പറയുന്ന ഇന്നത്തെ കാലത്ത് ഈ രീതിയിലാണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്. പറഞ്ഞതുപോലെ ആഷിക്ക് പറഞ്ഞതുപോലെയുള്ള രീതിയിലുള്ള യാത്രയാണ് കൂടുതലും കാണുന്നത്. തീർച്ചയായിട്ടും എന്ന് വെച്ച് നമ്മൾ ആ യാത്രയെ ഒന്നും മോശമാണെന്നല്ല പറയുന്നത്. അങ്ങനെയെങ്കിലും യാത്ര ചെയ്യട്ടെ ആളുകൾ, മറ്റ് പ്രദേശങ്ങളും കാര്യങ്ങളും എല്ലാം അറിയട്ടെ എന്ന് തന്നെയാണ്. യാത്ര എങ്ങനെയാണെങ്കിലും യാത്ര നടക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. പണ്ട് കാലത്ത് ഈ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിറങ്ങുന്ന ആദ്യകാലത്തെ വിദ്യാർത്ഥികൾ അവരെല്ലാം പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള യാത്രകൾ, കപ്പലിലൊക്കെ കയറി ലോകം മുഴുവനും ചുറ്റി 1-2 വർഷത്തെ യാത്രകൾ കഴിഞ്ഞതിന് ശേഷം
നാട്ടിൽ തിരിച്ചെത്തും. അതിനുശേഷമാണ് എന്തെങ്കിലും തരത്തിലുള്ള തൊഴിലിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ യാത്ര എന്നുള്ളത് ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടതായ ഒന്നാണ് എന്ന് ഉള്ള ഒരു സങ്കല്പം മുൻപുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷെ നമ്മളുടെ കരിക്കുലത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് യാത്രകൾ പോകുന്നുണ്ട്. പക്ഷെ ആ യാത്രകൾ ഒരു പഠനയാത്രയുടെ ലക്ഷ്യമൊന്നും കാണുന്നില്ല പലപ്പോഴും. ഇപ്പോൾ നമ്മൾ തന്നെ വിദ്യാർത്ഥികളുടെ കൂടെ ഒരു അധ്യാപിക കൂടിയായിരുന്ന ഞാനൊക്കെ വിദ്യാർത്ഥികളുടെ കൂടെ പോകുമ്പോൾ എനിക്ക് വളരെ ഒരു നിരാശാബോധം ഉണ്ടാവാറുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഡൽഹി സന്ദർശിക്കുന്നു. അവിടെ ചരിത്രപരമായിട്ടുള്ള എത്രയോ വസ്തുതകൾ ഉള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് പത്രപ്രവർത്തനം ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള സാധ്യതകളെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വൈമുഖ്യം കാണിക്കുന്നവരാണ്. ശ്രീമതി മൈന ഉമായ് ബാനു ഒരു അധ്യാപികയാണ്. വിദ്യാർത്ഥികൾ ഇപ്പോൾ അവരുടെ വലിയ മാറ്റം കാണുന്നുണ്ടോ? അത് എല്ലായിടത്തും അങ്ങനത്തെ അനുഭവങ്ങളുണ്ടോ? എല്ലാ അധ്യാപകർക്കും ഉണ്ടോ? വിദ്യാർത്ഥികളുടെ കൂടെയുള്ള ഈ പറയുന്ന കുട്ടികളോടൊപ്പമുള്ള യാത്രയൊക്കെ ഈ പറയുന്ന രീതിയിൽ തന്നെയാണ്. അവര് ഒരു ചരിത്രവും അല്ലെങ്കിൽ ഇതിന്റെ മറ്റു കാര്യങ്ങളും ഒന്നും അറിയാനല്ല. അവരും ഈ പറയുന്ന പോലെ അടിച്ചു പൊളിച്ച് പോവുക, നല്ല ഭക്ഷണം കിട്ടുക എന്നൊക്കെ അല്ലാതെ കൂടുതലായിട്ട് ഒരു പഠനം എന്നുള്ള നിലയിലൊന്നും അല്ല യാത്ര ചെയ്യുന്നത്. പക്ഷെ മനുഷ്യവംശത്തിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ നിരന്തരം യാത്ര ചെയ്യുകയും നിരന്തരം യാത്ര ചെയ്താണ് ഇന്നത്തെ മനുഷ്യനായത് എന്നുള്ളതാണ്. അപ്പം യാത്ര എന്ന് പറയുന്നത് മനുഷ്യനില് നിർബന്ധമായിട്ടും ഉൾച്ചേർന്നിരിക്കുന്ന ഒന്നായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന വിനോദത്തിന്റെ, അതിപ്പോൾ കുട്ടികളുടെ യാത്രയാണെങ്കിലും മുതിർന്നവരുടെ യാത്രയൊക്കെ ഒരു പരിധിവരെ ആഘോഷത്തിന്റെ യാത്രയാണ്. അല്ലാതെ പഠനം എന്നൊക്കെയുള്ളത് പേര് മാത്രം ആണുള്ളത്. അതിലപ്പുറം വളരെ കുറച്ച് മാത്രമാണ്. ഇപ്പൊ ഒരു ഫാക്ടറി സന്ദർശിക്കുക, ഐവിക്ക് പോവുക എന്ന് പറയുക, മൂന്നാറിൽ പോവുക, എന്നിട്ട് ഏതെങ്കിലും ഒരു ഫാക്ടറിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുക പേരിന്, ഉള്ളു കാണാതെ വേറെ പലതും കണ്ടിട്ട് തിരിച്ചു വരിക എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇന്നത്തെ ഐവികൾ പോലും, ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള യാത്രകൾ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ചില ആളുകൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചില സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട്, അതിനെ വിസ്മരിക്കുന്നില്ല. പക്ഷെ അധികവും ഈ രീതിയിലാണ് നടന്നു പോകുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എനിക്ക് അതിനകത്ത് അങ്ങനെ അത്ര വലിയ സങ്കടം തോന്നാറില്ല. കാരണം സമാന്തരമായിട്ട് മറ്റ് ചില യാത്രകൾ നടത്തുന്ന ആളായതുകൊണ്ട് ഈ യാത്രകൾ ഇങ്ങനെയാണ് എന്ന് ഉൾക്കൊള്ളുന്നത് കൊണ്ട് അത്ര വിഷമം തോന്നാറില്ല. പക്ഷെ പലപ്പോഴും ഈ 9 ദിവസവും 10 ദിവസവും ഒക്കെ നീണ്ട യാത്ര കൂടെ പോവുക എന്ന് പറയുന്നത് അത് ഏൽപ്പിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട് തീർച്ചയായിട്ടും. കാരണം എത്രയായാലും നമ്മൾ ഈ ഒരു കൂട്ടത്തിന്റെ ഇടയിലൂടെ പോകുമ്പോൾ വേണ്ടത്ര ആസ്വദിച്ച് നമ്മളുടേതായ രീതിയിൽ നമുക്ക് എന്തിനേയും ഉൾക്കൊണ്ടുകൊണ്ട് പോവാനായിട്ട് സാധ്യമല്ലല്ലോ എന്നുള്ളത്. മാത്രമല്ല കുറെ കൂടി കുട്ടികളുടെ ഒക്കെ ശ്രദ്ധിക്കേണ്ടതൊക്കെ ഉള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളുടെ റിസ്ക്കും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് അതും കൂടെയൊക്കെ വെച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെയാണ്. ഇത് ഒറ്റപ്പെട്ട അനുഭവമല്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അതെ. അപ്പോൾ പുതിയ തലമുറ പക്ഷേ യാത്ര ഒരുപാട് ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടെ ഒരു ഇതിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളോ യാത്രകൾ പോലും ചെയ്യുന്ന ഒരുപാട് മലയാളി പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പര്യാപ്തത അവർക്ക് മാനസികമായിട്ട് ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഉള്ള ഒരു ധൈര്യം, അതിനുള്ള ഒരു സ്വാതന്ത്ര്യ ബോധം ഒക്കെ അവർക്ക് വളർത്തിയെടുക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അത്തരം യാത്രകൾ എന്തിനൊക്കെ വേണ്ടിയുള്ളതാണ്, നമ്മളുടെ യാത്രയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീമതി മൈന ഉമായ് ബാൻ നല്ലൊരു എഴുത്തുകാരിയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഭാഷയുടെ ഉടമ കൂടിയാണ്. അപ്പോൾ ഈ എഴുത്തിനെ എങ്ങനെയൊക്കെയാണ് യാത്ര സ്വാധീനിച്ചതെന്ന് കുറേ പുസ്തകങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഭാഷ, അതുപോലുള്ള അവരുടെ സാംസ്കാരികമായിട്ടുള്ള എന്താണ് വൈവിധ്യം, ഇതെല്ലാം നമ്മളുടെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? എങ്ങനെയാണത്? പുതിയ കേൾക്കുന്ന ഭാഷയൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കാറുണ്ടോ? ഇല്ല അങ്ങനെയില്ല. പക്ഷേ പലതും നമ്മളെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. പലതും എഴുതണം എന്ന് വിചാരിക്കുന്നു, എഴുതാനായിട്ട് പറ്റിയിട്ടില്ല. പലപ്പോഴും ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട്
ഒരു ലേഖനം വേണം ഇന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ഇന്ന സംഗതി വേണം എന്ന് പറയുമ്പോൾ ഒരു ഡെഡ് ലൈൻ ഒക്കെ തരുമ്പോഴാണ് പലപ്പോഴും ഞാൻ എഴുതി കൊടുക്കുന്നത്. ഇപ്പോൾ സീരിയസ് ആയിട്ട് വേറെ പലതും എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പലതും ഒരു 5 6 നോവൽ മനസ്സിൽ കൊണ്ട് നടക്കുന്ന, എത്രയോ കഥകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന, ലേഖനങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളാണ്. എപ്പോഴും ഇപ്പൊ ഒരു 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 കുറച്ച് സമയം എനിക്ക് കിട്ടിയാൽ ഞാൻ അത് എഴുതും എന്നൊക്കെ വിചാരിച്ച് നടക്കുന്നത്. പക്ഷെ നമ്മള് ഈ അധ്യാപനം, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ, വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ, മറ്റു കുറെ കാര്യങ്ങൾ, ഇതെല്ലാം എല്ലാത്തിനും കൂടെ പെട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ചുരുങ്ങിയ സമയമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഈ ആരെങ്കിലുമൊക്കെ വിളിച്ച് ഡെഡ് ലൈൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഇപ്പൊ ഉണ്ട്. ശരിക്കും ഇപ്പൊ അടുത്ത വെക്കേഷൻ വരുമ്പോഴെങ്കിലും ഒന്ന് മാറി ചിന്തിക്കണം എന്ന് എഴുതുന്ന കാര്യം ആലോചിക്കണം എന്നൊക്കെ വിചാരിക്കും. അപ്പൊ പെരും ചൂടായിരിക്കും. ഈ ചൂട് കൂടുന്ന സമയത്ത് നമ്മുടെ ഊർജം എവിടെയോ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആലോചിക്കാനുള്ള, ഭാവന ഉണ്ടാവാനുള്ള ഒക്കെ ഊർജം നഷ്ടപ്പെടുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോ അങ്ങനെ അന്നേരവും അതും അങ്ങനെ നീണ്ടു പോകുന്നു. പക്ഷെ എഴുതണം എന്ന് നന്നായി ആഗ്രഹമുണ്ട്. ചിലത് എനിക്ക് മാത്രമേ എഴുതാൻ പറ്റൂ. അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം എന്നൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അത് അതിനെ മറികടക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ശ്രീമതി മൈന ഉമൈബാനോട് ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ശ്രീ റിജേഷ് മൈക്ക് മ്യൂട്ടാണ്, ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മളുടെ ഈ പരിപാടി ശ്രീ അഷ്റഫ് തുണേരിക്ക് ഇതുവരെ കയറാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് സിഗ്നൽ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കയറാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. ശ്രീ റിജേഷ് ചോദിക്കാം. യെസ് മാഡം. മൈനജി, എനിക്ക് മൂർക്കുന്നത്തയുടെ എന്തെങ്കിലും ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവം ഒന്നിവിടെ പറയാവൂ എന്ന് ഒരു അപേക്ഷയുണ്ട്. ഓർമ്മയിൽ വളരെ നിൽക്കുന്ന, അതെ, യാത്രയിലെ ഒരു അനുഭവം, മറക്കാൻ സാധിക്കാത്ത ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരമ്പര അവസാനിപ്പിക്കാം. മൈക്ക് ഞാൻ കേട്ടില്ല കേട്ടോ. വിജേഷ് എന്തോ ആരോ ചോദിച്ചു, എനിക്കെന്തോ പെട്ടെന്ന് മൈക്ക് എന്തോ ചെറിയ ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ? മുറുക്കുന്നത്തയുടെ എന്തെങ്കിലും ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവം ഓർമ്മയിൽ നിന്ന് ക്ലിയർ അല്ല. ഒന്ന് ചോദ്യം ഒന്ന് സെൻഡ് ചെയ്യാമോ? ഈ മെസ്സേജ് ബോക്സിൽ ഇടാമോ? ഞാൻ കേട്ടത് വെച്ച് ഇതാണോന്നൊന്ന് പറഞ്ഞാൽ മതി. മുറുക്കുന്നത്തയുടെ ഹൃദയസ്പർശിയായ ഒരു ഓർമ്മ, അത്രയാണ് ഞാൻ കേട്ടത്. എനിക്ക് മനസ്സിലായത്. അത് എഴുതിയിട്ടുണ്ടോന്നാണോ അതോ പറയാമോ? പറയാൻ പറ്റുമോ? ഇവിടെ ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ വിവരിക്കാൻ പറ്റുമോ? വിവരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരു ചികിത്സ പറഞ്ഞു തന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ ഒരു ഓർമ്മ, അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹം പോലീസിലായിരുന്നു, CID-യിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം റിട്ടയർമെന്റിനൊക്കെ ശേഷമാണ് പിന്നീട് വൈദ്യത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഒരു പാരമ്പര്യമായിട്ട് എല്ലാത്തരം ചികിത്സയും ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. അപ്പം ഞാനൊക്കെ റിട്ടയർ ഒക്കെ ചെയ്ത് എത്രയോ വർഷം കഴിഞ്ഞു, 10 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ജനിക്കുന്നത് തന്നെ. അപ്പോ ഒരിക്കൽ ഞാൻ ഈ മറയൂര് അമ്മ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെയായിരുന്നു അന്ന് അവിടെ നിന്നിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അങ്ങനെ ഒരിക്കൽ നാട്ടിൽ വരുമ്പോഴാണ് ഒരു കുട്ടിയെ ഇങ്ങനെ വിഷം തൊട്ട് വീട്ടില് ചികിത്സയിൽ ഇരിക്കുന്നത്. അപ്പം ഇദ്ദേഹം ഈ ചികിത്സ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. ഇതിങ്ങനെ പാമ്പ് കടിച്ചതാണ്, അത് ഇന്ന രീതിയിലാണ്, രാത്രി മൂത്രമൊഴിക്കാനോ മറ്റോ പുറത്ത് കൊണ്ടുപോയ സമയത്ത് അവിടുന്ന് കടിക്കുകയാണ് ചെയ്തത്. അന്നൊന്നും ബാത്റൂമൊന്നും അകത്തില്ലാത്തൊരു സമയമാണ്. അപ്പൊ ആ കുട്ടി രക്ഷപ്പെടുകയൊക്കെ ചെയ്തു. ഞാനിങ്ങനെ പുറകെ നടന്ന് ഇതെന്താ കടിച്ചത്, അത് വിഷമുള്ളതാണോ, ഈ വിഷമുള്ളതിനെ എങ്ങനെയാ അറിയാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ പുറകെ നടന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നോട് ഇന്ന പാമ്പാണ്, അത് ഇങ്ങനെ ഒരു അണലിയുടെ കൂട്ടത്തിൽ പെടുന്ന ഒരു പിറ്റ് വൈപ്പറാണ് അത് കടിച്ചിരുന്നത്. അപ്പം പിറ്റ് വൈപ്പറാണ് പിറ്റ് വൈപ്പർ എന്നല്ല, അദ്ദേഹം ഇങ്ങനെ ചുരുട്ട എന്നുള്ള പേരാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അന്ന് ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് ഇന്നും അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചു നേരം കഴിഞ്ഞപ്പോ പറമ്പിൽ നിന്ന് എന്നെ വിളിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു പിറ്റ് വൈപ്പറിനെ കാണിച്ചു തരികയാണ് എന്നെ. എനിക്ക് ഇന്നും ഭയങ്കര അത്ഭുതമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതാണോ ആ കുട്ടിയെ കടിച്ചത് എന്ന് ചോദിച്ചപ്പോ അതെ എന്ന് പറഞ്ഞു. എന്റെ കുറെ കാലത്തെ ചിന്ത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ എന്തോ അതീന്ദ്രിയമായ കഴിവ് കൊണ്ട് എന്നെ കാണിച്ചു തന്നതാണ് ഈ പാമ്പിനെ. അദ്ദേഹം പറഞ്ഞത് ഈ വിഭാഗത്തിൽപ്പെട്ട പാമ്പാണെന്ന് എന്റെ ഉദ്ദേശത്തിലോ മറ്റോ ആണ് പറഞ്ഞത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, ഒരു കുട്ടി എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ആ പാമ്പിനെ ഇവിടെ വരുത്തി. അന്ന് അങ്ങനത്തെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് അതാണെന്നാണ് കരുതിയത്. അതോടുകൂടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് പഠിക്കണം പഠിക്കണം എന്നുള്ള ഒരു ഇത് തോന്നിയിട്ട് പുറകെ നടക്കാൻ തുടങ്ങി. എന്നെ ഇത് പഠിപ്പിക്കുക. പക്ഷെ ഇദ്ദേഹത്തിനാണെങ്കിൽ പഠിപ്പിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇദ്ദേഹം തന്നെ ആ കാലത്ത് മോഡേൺ മെഡിസിൻ ഒക്കെയാണ് ചികിത്സ, പ്രഷറിനും മറ്റുമൊക്കെ ആയിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് കുറേ കൂടെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ജീവിച്ചിരുന്ന ആളാണ്. അപ്പം ഇനിയുള്ള കാലം മോഡേൺ മെഡിസിൻ്റെതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ ആയുർവേദം, നാട്ടുവൈദ്യം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അംഗീകരിക്കില്ല. എന്തിനാണ് ഇതിന്റെ പുറകെ നടക്കുന്നത് എന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് അതൊന്നൊട്ട് മനസ്സിലാക്കാനുള്ള പ്രായവും ഇല്ല. ഇപ്പൊ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, എന്തിനാ അത് പഠിച്ചിട്ട് എന്താ, ഒരു കാര്യവും ഇല്ല. അത് പഠിച്ചിട്ട് കാര്യമൊന്നും ഇല്ല കുഞ്ഞേന്നാണ് പറയുന്നത്. പക്ഷെ ഇത് പിന്നെയും ഞാൻ പുറകെ നടന്ന് അങ്ങനെ ആയപ്പോൾ എന്നോട് പറഞ്ഞു, 7ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാക്ക് തന്നു. പക്ഷെ ഞാൻ 8ാം ക്ലാസ് മുതൽ ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ വീട്ടിൽ നിന്ന് ആണ് പഠിച്ചിരുന്നത്. ആ സമയത്ത് ആണ് ഇദ്ദേഹത്തിന്റെ ഒപ്പം ഒരു സഹായിയായിട്ട് ഈ ചികിത്സയിലൊക്കെ പങ്കാളിയാവുകയും അന്ന് എനിക്ക് ഒരുവിധം മരുന്നൊക്കെ എനിക്ക് മനസ്സിലായി, കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള തരത്തിലെത്തിയിരുന്നു 3 വർഷം കൊണ്ട്. പക്ഷെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ, കൃത്യമായിട്ട് പരീക്ഷ കഴിയുന്നത് ഒരു ബുധനാഴ്ചയാണ്. വ്യാഴാഴ്ച രാവിലെ തന്നെ ദക്ഷിണ വെച്ച് പാരമ്പര്യ രീതിയിൽ തന്നെ ആണ് ഞാൻ പഠനത്തിനായിട്ട് ഇരുന്നത്. ആ സമയത്ത് എന്നോട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്ന സമയത്ത് അവർ പറഞ്ഞു തരുന്ന ഈ അധികവും ഇവരുടെ ഈ കരുത്തുകൾ എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെയാണ് നമുക്ക് ഈ എഴുതിയൊക്കെ തരുന്നതൊക്കെ. അല്ലാതെ ചികിത്സയുടെ വേറെ കാര്യങ്ങളൊന്നുമല്ല. അത് അങ്ങനെയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കൂടി തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ പേടിയൊക്കെ തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു ധൈര്യത്തിലാണ് വീണ്ടും തുടർന്ന് പഠിക്കുകയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് ആ രംഗത്തേക്ക് വരുന്നത്. ഒരു ഓർമ്മ പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഓക്കെ. ഈ അങ്കണം അവാർഡ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും ഇതിലെ ഏത് പുസ്തകങ്ങൾക്കാണ് കിട്ടിയത്? ആ പുസ്തകങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഈ ലിസ്റ്റിൽ? ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയത് ഹൈറേഞ്ച് തീവണ്ടി എന്ന് പറയുന്ന പുസ്തകത്തിനാണ്. ഹൈറേഞ്ചിൽ തീവണ്ടി ഇല്ലല്ലോ. അപ്പൊ കാരണം ഇടുക്കിയിൽ തീവണ്ടി ഇല്ലാത്ത പ്രദേശമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അന്ന് ട്രെയിനിനെ ഒരു വലിയ കൗതുകത്തോടു കൂടിയായിരുന്നു കണ്ടിരുന്നത്. ട്രെയിനിൽ കയറുക എന്നുള്ളത് ഇന്നും ഹൈറേഞ്ചുകാരുടെ ഒരു സ്വപ്നമാണ്. അതേസമയം മൂന്നാറിൽ പണ്ട് ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു ഉരുൾപൊട്ടലില് 99-ലെ വെള്ളപ്പൊക്കത്തില് ഇല്ലാതാവുകയും ചെയ്തു. അത് പക്ഷെ കണ്ണൻ ദേവൻ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റെയിൽവേ മാത്രമായിരുന്നു. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് ഈ ഒരു ഹൈറേഞ്ചിലിരിക്കുന്ന ഒരു കുട്ടിയുടെ ഹൈറേഞ്ച് തീവണ്ടി സ്വപ്നങ്ങളുടെ ഒരു പുസ്തകമാണ് എന്ന് പറയാം. മാത്രമല്ല ചില അബദ്ധങ്ങളൊക്കെ എനിക്കും പറ്റിയിട്ടുണ്ട്. അതൊക്കെ കഥയായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. കാരണം ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയത്ത് തൃശ്ശൂർക്ക് ട്രെയിനിന് പോകുന്ന സമയത്ത് ഒരിക്കൽ പിന്നെ സീസൺ ടിക്കറ്റ് എടുക്കണം. അപ്പൊ ഞാൻ രാവിലെ സീസൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ വൈകുന്നേരം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു പരിചയമുള്ള ഒരു പയ്യൻ വന്നിട്ട് എന്നെ പരിചയപ്പെടുകയാണ് അവിടെ വെച്ചിട്ട്. ഇതേപോലെ വായിച്ച് പരിചയമുള്ളതാണ്, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ തിരക്കിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി. അപ്പോ എന്നോട് ചോദിച്ചു എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ സീസൺ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ സ്ഥിരം വരണോന്നൊക്കെ ചോദിച്ചപ്പോൾ സീസൺ ടിക്കറ്റ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ
ഞാൻ രാവിലെ സീസൺ ടിക്കറ്റ് എടുത്തിരുന്നു, തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇയാള് ഭയങ്കരമായിട്ട് ചിരിച്ചത്. എനിക്കറിയില്ലായിരുന്നു സീസൺ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണെന്ന് അറിയില്ലായിരുന്നു. ഒരു ഹൈറേഞ്ചുകാരിയുടെ പൊട്ടത്തരം ആണ് അത്. ആ അറിവില്ലായ്മ. തീവണ്ടി എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ട് കാണുന്ന ആളുകളുടെ ഒരു അതാണ്. അപ്പം അങ്ങനെ ഇതെല്ലാം ഉള്ള രസമായിട്ടുള്ള അങ്ങനെ എഴുതിയ ഒരു പുസ്തകമാണ് ഹൈറേഞ്ച് തീവണ്ടി. പിന്നെ അങ്കണ അവാർഡ് കിട്ടിയത് ആത്മദംശനം എന്ന് പറയുന്ന പുസ്തകമാണ്. അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് വന്ന ലേഖനങ്ങളുടെ സമാഹാരമാണ്. അതിനകത്ത് ഈ ആത്മദംശനം എന്ന് പറയുന്ന ലേഖനം തന്നെ ഈ വിഷവൈദ്യം ഞാൻ പഠിച്ചതും പ്രയോഗിച്ചതുമായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു ലേഖനവും, പിന്നെ സസ്യങ്ങളെ തിരിച്ചറിയാനുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയുള്ള അത് അങ്ങനെ 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 കാട്ടിലെ യാത്ര അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള കുറെ ഒരു 6-7 ലേഖനങ്ങളുടെ ഒരു പുസ്തകമായിരുന്നു അത്. ഇപ്പം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മലയാളം UGക്ക് അത് ഇപ്പൊ സിലബസിലുണ്ട്. ആ ലേഖനം പഠിക്കാനുണ്ട് 5th സെമസ്റ്ററിൽ. ഈ വർഷം അത് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതേപോലെ അത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ആ പുസ്തകം പഠിക്കാനുണ്ടായിരുന്നു. ആത്മദംശനം ഉണ്ടായിരുന്നു. ശരി. അവിടെ ഏതിനായിരുന്നു? PGക്കോ ഡിഗ്രിക്കോ? അത് PG ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. PG ആണെന്നാണ് ഓർമ്മ. ഓ ശരി. ഇതൊക്കെ ഒരു സന്തോഷം ജീവിതത്തിലൊരു അതെ അതെ എഴുതിയത് എവിടെയൊക്കെ അടയാളപ്പെടുത്തുന്നു എന്നുള്ള സന്തോഷം ഇങ്ങനെ വരുമ്പോഴാണ്. നമ്മള് പരിപാടി ഈ പരിപാടി സാധാരണ 2 പേരാണ് പങ്കെടുക്കാറുള്ളത്. പക്ഷെ ഇത് മൈന ഉമൈബാന്റെ സ്വന്തം പരിപാടിയായി മാറിയിരിക്കുന്നു. വളരെയധികം അനുഭവങ്ങളിൽ കൂടി ഞങ്ങളും കടന്നു പോവുകയാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. എഴുത്തുണ്ട്, വിഷവൈദ്യമുണ്ട്, അധ്യാപനമുണ്ട്, യാത്രകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യമുള്ള ഒരുപാട് അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മൾ ഈ 2 മണിക്കൂർ കടന്നുപോയത്. ഇനിയും ഈ കാണുന്ന ഓരോ കാഴ്ചകളും യാത്രകളും സ്വപ്നങ്ങളും ഒക്കെ പുസ്തകങ്ങളായിട്ട് മാറട്ടെ എന്ന് കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അത് ഒരുപാട് കുട്ടികൾ അത് പഠിച്ചു വളരാനും സാഹചര്യം ഉണ്ടാവട്ടെ. അങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം, യാത്രകൾ നമ്മൾ നമ്മളുടെ നൊമാഡിക് ആയിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷത നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്നുള്ളത് വളരെ വാസ്തവമാണ്. ഓരോരുത്തരുടെയും യാത്രാനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അതാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ആ യാത്രകളെല്ലാം പിന്നെ പുതിയ ഭാവനകളോട് കൂടിയിട്ടുള്ള പുസ്തകങ്ങളും എഴുത്തുമൊക്കെ ലേഖനങ്ങളും ഒക്കെ ആയിട്ട് തീരട്ടെ. മലയാളികളിൽ യാത്ര ചെയ്യാത്തവർക്ക് കൂടി അത് യാത്രാനുഭവമായിട്ട് മാറട്ടെ, അനുഭവവേദ്യമാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി നമ്മൾ പിന്നെ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും ശ്രീ ആഷിക്കണ്ടിയുടെ സുരേഷ് നെല്ലിക്കോട് സാറുണ്ട്, നമ്മളുടെ സ്ഥിരം ശ്രോതാവാണ്. അദ്ദേഹത്തിന് ഞാൻ ഇൻവിറ്റേഷൻ അയച്ചു, അദ്ദേഹം പക്ഷെ ചോദിച്ചില്ല. ശ്രീ ജോസ് പുന്നൂസ് ഉണ്ടായിരുന്നു, ശ്രീ റിജേഷ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ദിവസം സമ്പന്നമാക്കിയ നമ്മളെ അനുഭവങ്ങൾ കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യമുള്ള ഒരുപാട് വിഭവങ്ങൾ കൊണ്ട് അനുഭവവേദ്യമാക്കിയ ശ്രീമതി മൈന ഉമൈബാനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ആഴ്ച ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് മറ്റ് യാത്രാ അനുഭവങ്ങളുള്ള മറ്റ് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. 2 അതിഥികളുമായിട്ട് നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. ഇന്നത്തെ ഈ പരിപാടി സമാപിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭരാത്രി ആശംസിക്കുന്നു.